എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തുണ്ടോ? ഫാനിന്റെ ഡിസ്റ്റർബൻസ് ഇല്ലല്ല. ഉണ്ടോ? അത് ക്ലിയർ ആണോ സൗണ്ട്? ക്ലിയർ ആണ്. ആ, എക്സ്ട്രാ ഒരു ഫാനിന്റെ സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഒരു എയറിന്റെ സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ, അങ്ങനെ വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ? കാണാം സർ. ഓക്കെ. അപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് റാങ്ക് നലിറ്റി തിയറം ആയിരുന്നു. അപ്പം എല്ലാവരോടും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഒന്ന് കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം റിസൾട്ട് ഇതായിരുന്നു: വി ആൻഡ് ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ഓവർ ഫീൽഡ് എഫ് ആണെങ്കിൽ, ആൻഡ് ടി ഈസ് എ ലീനിയർ ട്രാൻസ്മിഷൻ ഫ്രം വി ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി ആണ് എന്നായിരുന്നു നമ്മൾ കണ്ടത്. ഇതായിരുന്നു റിസൾട്ട്, റാങ്ക് നള്ളിറ്റി തിയറം. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സസ് എടുത്തു. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 11 ക്ലാസ്സസ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതുപോലെ എക്സ്ട്രാ 2 ക്ലാസ് നമ്മൾ ജനറൽ ആയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തതിനെക്കാട്ടും ഒരുപടി മോഡിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസെപ്റ്റ്സ് കുറച്ചും കൂടി എബ്സ്ട്രാക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാണ്: ആൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് അറിയാം അല്ലേ? അപ്പം ഇപ്പോൾ ഒരു വെക്ടർ സ്പേസ് R3 എടുത്തു നമ്മൾ, വേറൊരു വെക്ടർ സ്പേസ് സേ Pn ഓഫ് P3 ഓഫ് P3 എടുക്കുക. P3 ഉദ്ദേശിക്കുന്നത് ഞാൻ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ് മോസ്റ്റ് 3 ആണ് ഓവർ സെയിം ഫീൽഡ് എഫ്. ഇപ്പോൾ ഇവിടെ എന്താണോ റിയൽ ആണെങ്കിൽ ഇവിടെ ഞാൻ എടുക്കുന്നത് അവിടെ R3 ഓവർ R ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഞാൻ ഫീൽഡ് എടുക്കുന്നത് R തന്നെയാണ് ഈ കേസിൽ. അപ്പോൾ നിങ്ങൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T ഫ്രം R3 ടു P3 ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ എത്ര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഈ വെക്ടർ സ്പേസിൽ നിന്ന് വേറെ വെക്ടർ സ്പേസിലേക്ക്? അതൊരു വെക്ടർ സ്പേസ് വി എടുത്തു, ഡബ്ല്യു എടുത്തു, ടി ഫ്രം വി ടു ഡബ്ല്യു ഡിഫൈൻ ചെയ്യാണ് വിത്ത് സം പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി എന്തായിരുന്നു? ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മളിപ്പോൾ ഒരു വെക്ടർ സ്പേസ് വേറെ വെക്ടർ സ്പേസിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇങ്ങനത്തെ എത്ര ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എത്ര ട്രാൻസ്ഫോർമേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ കേസിൽ തന്നെ നിങ്ങൾ പറയും എത്ര ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ടി ഫ്രം R2 ടു R2 ഡിഫൈൻ ചെയ്യാൻ. അപ്പം ഒരു ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 തന്നെ, അതെല്ലാം 0ലേക്ക് മാപ്പ് ചെയ്യാം. വേറൊരു ടി ഞാൻ എടുക്കുക, ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് കമ്മ വൈ. വേറെ ഞാൻ ടി എടുക്കുന്നു, ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് കമ്മ എക്സ് പ്ലസ് വൈ. ഇങ്ങനെ എത്ര ടി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എത്ര ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇൻഫിനിറ്റ്ലി അല്ലേ? അതെ, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇവിടെ അല്ലേ? സോ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഐഡിയ ആണ്. അതായത് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലീനിയർ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് വേറൊരു വെക്ടർ സ്പേസിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ ഒരു T1 കിട്ടി, ഒരു T2 കിട്ടി, ഒരു T3 കിട്ടി, അങ്ങനെ ഒരുപാട് TIs നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ എല്ലാ T1, T2, T3 എക്സെട്ര ഈ എല്ലാ ഫങ്ഷൻസും കൂടി ഉള്ള ഒരു കളക്ഷൻ ഉണ്ട്.
ഫംഗ്ഷൻസിന്റെ കളക്ഷൻ. അതായത് ഇവിടെ ഇപ്പോൾ അതായത് ഈ ഒരു സ്പേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്പേസിലുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാലം ഇങ്ങനത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻസിന്റെ ഒരു കളക്ഷൻ, ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെ പറ്റിയൊരു സ്റ്റഡിയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മുമ്പോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് കൂടുതൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു വെക്ടർ സ്പേസ് വേറെ വെക്ടർ സ്പേസിലേക്ക്. അപ്പൊ അങ്ങനത്തെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇനി ഡിസ്കഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പം അത് ഞാൻ ഹെഡിങ് കൊടുത്തത് ശരിക്കും ആൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നല്ല, നമ്മളൊരു സ്പേസ് എടുക്കാൻ പോവാണ്. ആ സ്പേസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ ഓഫ് ബി കമ ഡബ്ല്യു. ഓക്കെ, അതായത് വിയും ഡബ്ല്യുവും വെക്ടർ സ്പേസസ് ഓവർ സെയിം ഫീൽഡ് എഫ് ആണ്. ഇത് നമ്മൾ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷനെ നമ്മൾ ഈ ഒരു പേരിൽ വിളിക്കും, ക്യാപിറ്റൽ എൽ ഓഫ് ബി കമ ഡബ്ല്യു. ഓക്കെ, ക്യാപിറ്റൽ എൽ ഓഫ് ബി കമ ഡബ്ല്യു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പേസ്, ഈ സ്പേസിലെ കളക്ഷൻ എലിമെന്റ്സ് എന്തൊക്കെയാ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ബിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷൻ ആണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്പേസ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻ, ഈ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം ബി ടു ഡബ്ല്യു എന്ന് പറഞ്ഞ ഈ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓബിയസ്ലി നിങ്ങൾ സെറ്റ് വെക്ടർ സ്പേസ് ആണ് കാണിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക എന്താണ് ഇവിടുത്തെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതായത് ഇതിൽ രണ്ട് എലിമെന്റ്സ് നമ്മൾ എടുക്കുകയാണ്, അതായത് രണ്ട് ഫംഗ്ഷൻസ് ടിയും യു എടുത്തു. അപ്പൊ എന്താണ് നിങ്ങളുടെ ടി പ്ലസ് യു എന്താണ്? അത് ഇവിടെ ആൽഫയും ബീറ്റയ്ക്ക് പകരം ഞാൻ ഫംഗ്ഷൻസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിക്കൊണ്ട് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ യു എന്ന് എടുത്തു എന്നുള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ അഡീഷൻ എന്താണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടൈംസ് ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ അത് ആ ഓപ്പറേഷൻ എന്താണ് ഇവിടെ എന്നൊക്കെ നമുക്ക് അറിയാം. എന്നിട്ടാണ് നമുക്ക് ആ ഓപ്പറേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ആ ഓപ്പറേഷൻ ആണ് നമ്മളിത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശരിക്കും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ അതായത് ഒരു രണ്ട് വെക്ടർ സ്പേസ് നിങ്ങൾ ഫിക്സ് ചെയ്യാണ്. അതായത് വി ഓവർ എഫും ഡബ്ല്യു ഓവർ എഫും രണ്ട് വെക്ടർ സ്പേസ് നിങ്ങൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും നിങ്ങൾ എടുക്കുകയാണ്. അങ്ങനത്തെ എല്ലാ ടീകളുടെയും കളക്ഷനാണ് നമ്മൾ എൽ ഓഫ് വി ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്ലസും ഡോട്ടൊക്കെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഈ പ്ലസും ഡോട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഈ പ്ലസും ഡോട്ടും വെച്ചിട്ട് ഈ സ്പേസ് ഒരു വെക്ടർ സ്പേസ് ആണ് നമുക്ക് കാണിക്കാം. അപ്പൊ അതാണ് നമ്മളെ ഇവിടുത്തെ മെയിൻ വർക്ക്, ഈ ഒരു സെക്ഷനിലുള്ള മെയിൻ വർക്ക്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് ആ റിസൾട്ട്. ഇതൊരു തിയറമായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. എന്താ പറയുന്നത് വെച്ചാല് വി ആൻഡ് ഡബ്ല്യു, ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് ആൻഡ് ലെറ്റ് ടി ആൻഡ് യു ബി ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ഇൻ ടു ഡബ്ല്യു. അതായത് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള രണ്ട് ട്രാൻസ്ഫോർമേഷൻസ്, ഒന്ന് നമ്മൾ ടി എടുത്തു, വേറൊന്ന് യു. ഓക്കെ, ഒന്ന് കൂടുതലുണ്ടാവും, ജസ്റ്റ് നമ്മൾ രണ്ടെണ്ണം എടുത്തു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു പ്ലസും ഡോട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യണം. അത് ഈ എൽ ബി ഡബ്ല്യു വെക്ടർ സ്പേസ് ആണ് കാണിക്കാൻ. അപ്പൊ നമ്മൾ ആ പ്ലസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഇത് അവിടെ ഈ ടി പ്ലസ് യു എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫംഗ്ഷൻ ടി പ്ലസ് യു ഇസ് ഡിഫൈൻഡ് ബൈ ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ടി ആൽഫ പ്ലസ് യു ആൽഫയാണ്. ഓക്കെ, ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ടി ആൽഫ പ്ലസ് യു ആൽഫയാണ്. It is a linear transformation from V to W. Also, if C is any element of F, the function Ct, that is C times T, defined by Ct of alpha is equal to C into T alpha, is a linear transformation from V into W. And together with addition and scalar multiplication defined above, it is a vector space over the field F. ഓക്കെ, അതായത് ഈ പ്ലസും ഈ ഡിഫൈൻ ചെയ്ത ഡോട്ടും വിത്ത് റെസ്പെക്ട് ടു ഈ രണ്ട് കണ്ടീഷനും
the set of all linear transformations with respect to these two conditions is a vector space over the field f. അത് എനിക്ക് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. C T alpha is equal to 3 times T alpha is a linear transformation from V to W. ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട്. The set of all linear transformations from V to W together with addition and scalar multiplication defined above is a vector space എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ അതിനു മുമ്പ് പഠിച്ചപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ R3 എടുത്തു, R3/R എടുത്തു. ഇവിടുത്തെ വെക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആൽഫയും ബീറ്റയും നമ്മൾ R3 എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡർ 3 ട്യൂപ്പിൾ ആയിരുന്നു അല്ലേ? ഓർഡർ 3 ട്യൂപ്പിൾ ആയിരുന്നു. വി ഹാഡ് 3 ട്യൂപ്പിൾ. അപ്പം ഇതായിരുന്നു നമ്മളൊരു ആൽഫ എന്ന് പറയുന്നത്. അതിന് വേറൊരു ബീറ്റ നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്തായിരുന്നു? ഇപ്പോൾ y1 y2 y3 ഇത് വേറൊരു 3 ട്യൂപ്പിൾ ആണ്, R3 എലിമെന്റ് ആണ്. ഇവിടെ നമ്മൾ പ്ലസ് ഡിഫൈൻ ചെയ്തപ്പം വി ഡിഫൈൻ ആൽഫ പ്ലസ് ബീറ്റ. എങ്ങനെ ഡിഫൈൻ ചെയ്തത്? x1 x2 x3 ഒരു നൊട്ടേഷൻ, ഒരു ഇതായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ, അത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഇതായിരുന്നു. നേരിട്ട് നമ്മൾ പ്ലസ് ചെയ്യും, അതായത് നമ്മൾ കോർഡിനേറ്റ് വൈസ് പ്ലസ് ചെയ്യുന്നു. x2 പ്ലസ് y2 x3 പ്ലസ് y3 ആൻഡ് സോ ഓൺ. അപ്പം ഇവിടെ എൻറ്റിറ്റീസ് പറഞ്ഞാൽ ഇങ്ങനത്തെ വെക്ടേഴ്സ് ആയിരുന്നു, ഇങ്ങനത്തെ R3 എലിമെന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പ്ലസ് ഡിഫൈൻ ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്ടർ സ്പേസ് V to ഒരു രണ്ട് വെക്ടർ സ്പേസ് എടുത്തു V to W. അപ്പൊ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും V to W. സപ്പോസ് T1. ഇനി വേറൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും സെയിം V to W. അങ്ങനെ ഒരുപാട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. T1 T2 എക്സെട്ര ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത് LVW എന്നാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഇവിടെയും പഠിക്കുകയാണ്. നമ്മൾ എന്താ പറയാ, കുറച്ച് മുമ്പ് പഠിച്ച ബേസിസ്, ഡയമെൻഷൻ, സ്പേസിന്റെ ഡയമെൻഷൻ എന്താണ്, ബേസിസ് എന്താണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷനാണ് LVW എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിത് ഈ ഒരു LVW വെക്ടർ സ്പേസ് ആണ് നമ്മൾ കാണിക്കുകയാണ്. അപ്പൊ അത് കാണിക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് പ്ലസും ഡോട്ടൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അത് രണ്ട് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് ഇതിലുള്ള എലിമെന്റ്സ് തമ്മിലാണ് ഓപ്പറേഷൻ. അതായത് T1 പ്ലസ് T2 എന്നാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത്. രണ്ട് എലിമെന്റ്സ് നമ്മൾ ഇവിടുന്ന് എടുത്തു, അതായത് LVW രണ്ട് എലിമെന്റ്സ് എടുത്തു. ഇവിടുത്തെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നമ്മൾ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യണം. നമുക്ക് യൂഷ്വലി വെക്ടർ സ്പേസിൽ വെക്ടർ അഡീഷനും സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യണം T1 പ്ലസ് T2 എന്താ, ഹൗ ടു ഡിഫൈൻ T1 പ്ലസ് T2. അതുപോലെ C ടൈംസ് T എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യും? ഇവിടെ T3 അല്ലെങ്കിൽ T നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈ സ്പേസിൽ ഡിഫൈൻ ചെയ്യുക? ആ ഡെഫിനേഷൻ ആണ് നമുക്കിവിടെ ഈ റിസൾട്ടിൽ നമ്മൾ ഈ തിയറത്തിന്റെ ഭാഗമായിട്ട് നമ്മളത് എഴുതുന്നത്. അതായത് നമ്മൾ V and WB വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് F എടുത്തു, T and UB linear transformations from V into W, and the function T plus U defined by T plus U of alpha is equal to T alpha plus U alpha. ഇതാണ് നമ്മൾ ഓപ്പറേഷൻ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. T plus U of alpha is T alpha plus U alpha. ഒരു മിനിറ്റ്. Sorry. Okay. So V and W വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് F ആയിരുന്നു. നമ്മൾ T and U രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു ആ സ്പേസിൽ നിന്ന്.
ഇത് നമ്മൾ ടി പ്ലസ് ടു ഡിഫൈൻ ചെയ്യാണ്, വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യാണ്. അതുപോലെ ഇവിടെ താഴെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെക്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ സി ടി. എന്താണ് സി ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പം ടി പ്ലസ് യു ഇസ് ഡിഫൈൻഡ് ആസ് ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് പറയുന്നത് ടി ആൽഫ പ്ലസ് യു ആൽഫ ആയിരിക്കും. അതുപോലെ സി ടി ഓഫ് ആൽഫ പറഞ്ഞാൽ സി ഇൻറ്റു ടി ഓഫ് ആൽഫ ആയിരിക്കും. ഇതാണ് നമ്മളെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ഓപ്പറേഷൻസ് ഈ കളക്ഷൻ അതായത് എൽ വി ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് ആണ് നമുക്ക് കാണിക്കണം. അതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം കാണിക്കണം, അതായത് ഈ രണ്ടും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണെന്ന് കാണിക്കണം, ടി പ്ലസ് യും സി ടിയും. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. റിസൾട്ട് പറയുന്നത് വിയും ഡബ്ല്യു നമ്മൾ വെക്ടർ സ്പേസ് എടുത്തു, പി ആൻഡ് യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ ടി പ്ലസ് യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സി ടി, ഈ സി ടി പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് വെച്ചാൽ ഈ രണ്ട് ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ഈ രണ്ട് ഓപ്പറേഷൻ എൽ വി ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് ഇത്രയും പറഞ്ഞതൊക്കെ എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് കാര്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറഞ്ഞ മനസ്സിലായോ നമുക്ക്? നമ്മളിവിടെ ശരിക്കും വേറെ ഞാൻ പറഞ്ഞില്ല ഒരു എബ്സ്ട്രാക്ട് സ്പേസ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ എൽ ഓഫ് യു വി എന്ന് പറഞ്ഞിട്ട് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് അല്ലെ കളക്ഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ആ സ്പേസിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് പറയണം, അത്രേ ഉള്ളൂ. അപ്പം എൽ ബി ഡബ്ല്യു എന്ന സ്പേസിൽ കളക്ഷൻസ് സെറ്റ് ഓഫ് ഓൾ ടി ഫ്രം ബി ടു ഡബ്ല്യു എന്ന സ്പേസിൽ നമ്മൾ ഒരു പ്ലസ് ഡിഫൈൻ ചെയ്യണം, ഒരു ഡോട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഈ പ്ലസും ഡോട്ടും എവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യും? പ്ലസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഇതിലുള്ള എലിമെന്റ്സ് വിത്ത് റെസ്പെക്ട് ഇതിലുള്ള എലിമെന്റ്സ് ആണ്. അപ്പം ഇവിടെ ഇവിടുത്തെ ഫീൽഡ് പറഞ്ഞാൽ ഈ സെയിം ഫീൽഡ് ആണ്. അതായത് നമ്മൾ വി ഓവർ എഫ് ഒരു ഫീൽഡ് ഉണ്ട്, ഡബ്ല്യു വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് ആണ്. അപ്പൊ എൽ വി എഫ് എന്ന് പറയുന്ന സാധനം സെറ്റ് ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഓവർ ദ സെയിം ഫീൽഡ് ആണ് നമ്മൾ വെക്ടർ സ്പേസ് കാണിക്കാൻ പോകുന്നത്. പ്ലസ് ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ ഇതിലുള്ള രണ്ട് എലിമെന്റ്സ് എടുക്കാം. ഇതിൽ എലിമെന്റ്സ് എന്താ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പൊ ടി വൺ പ്ലസ് ടി ടു എടുക്കുക. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു ഡോട്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സി ഇവിടുന്ന് എടുക്കും, എന്നിട്ട് എഫ് ഇതിന്റെ അകത്ത് എടുക്കും, അല്ലെങ്കിൽ ഒരു വെക്ടർ ഇതിന്റെ അകത്ത് എടുക്കും. അങ്ങനെ സാധാരണ ചെയ്യാറ്. അപ്പൊ സി ഇൻറ്റു ടി വൺ അല്ലെങ്കിൽ സി ഇൻറ്റു ടി, ഈ ഡോട്ട് എന്താന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സം ഇപ്പൊ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എവിടുന്ന് അങ്ങോട്ടുള്ളതാ? ഇതിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എവിടുന്ന് അങ്ങോട്ടുള്ളതാ? ബിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അല്ലെ. അപ്പം ഈ ടി വൺ പ്ലസ് ടി ടു എന്ന സാധനം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് അത് എവിടെ ഉണ്ട്? ഈ കളക്ഷനിൽ ഉണ്ടെന്നാ കാണിക്കുക. ഓക്കെ. അപ്പം ടി വൺ ഓഫ് ടി ടു ഓഫ് ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ശരിക്കും ടി വൺ ഓഫ് ആൽഫ പ്ലസ് ടി ടു ഓഫ് ആൽഫ എന്നാണ്. ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. ടി വൺ പ്ലസ് ടി ടു ഒരു ഫംഗ്ഷൻ ആണ്. എവിടെയുള്ള ഫംഗ്ഷൻ ആണ്? ഇതിലൊരു ഫംഗ്ഷൻ ആണ്. ഇതിലൊരു ഫംഗ്ഷന്റെ മീനിങ് എന്താ? ടി വൺ പ്ലസ് ടി ടു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വിന് ഡബ്ല്യൂയിലേക്ക് തന്നെയാണ്. അപ്പൊ ടി വൺ പ്ലസ് ടി ടു ഓഫ് ഒരു ആൽഫ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് എന്താന്ന് നമുക്ക് അറിയണമല്ലോ. എന്നാലും നമുക്ക് ഇതിന്റെ ഇമേജ് ഡബ്ല്യു എന്താന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ, ആ പ്ലസ്. ഓക്കെ, ദിസ് പ്ലസ് വി ആർ ഡിഫൈനിങ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടി വൺ ആൽഫ പ്ലസ് ടി ടു ആൽഫ എന്നാണ്. അതുപോലെ സി ടി ഓഫ് ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് സി ഇൻറ്റു ടി ഓഫ് ആൽഫയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് രണ്ട് ഓപ്പറേഷൻസ്. അപ്പം ഈ രണ്ട് വിത്ത് റെസ്പെക്ട് ഈ രണ്ട് ഓപ്പറേഷൻസും നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം. അതുപോലെ സി ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം. എന്നിട്ട് നമ്മൾ കാണിക്കുക എന്താണ്? അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് കാണിക്കും. എൽ വി ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലസ് ആൻഡ് ഡോട്ട് വെക്ടർ സ്പേസ് ആണെന്ന് കാണിക്കണം. So we just move to the proof. അപ്പം സപ്പോസ് ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് ആണ്. സപ്പോസ് ടി ആൻഡ് യു ആർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ഇൻറ്റു ഡബ്ല്യു ആൻഡ് ദാറ്റ് വി ഡിഫൈൻ ടി പ്ലസ് യു ആസ് എബോ. ടി പ്ലസ് യു മുഴുവൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതായത് ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായാലും ടി പ്ലസ് യു ഓഫ് ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ടി ആൽഫ പ്ലസ് യു ആൽഫ എന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പം സാധാരണ ലിയർ അങ്ങനെ കാണിക്കുന്നത്, നമ്മൾ ലിയർ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കാണിക്കണം. ഇവിടുത്തെ ടി എന്ന് പറഞ്ഞാൽ ടി പ്ലസ് യു ആണ്.
നമ്മൾ എന്താ കാണിക്കേണ്ടത്? ടി പ്ലസ് യു ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഇത് കാണിക്കണം, സി ഇൻറ്റു ടി പ്ലസ് യു ഓഫ് ആൽഫ പ്ലസ് ടി പ്ലസ് യു ഓഫ് ബീറ്റ. ഓക്കെ, സാധാരണ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുക, നമ്മൾ ഇതാ കാണിക്കാം, ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ ടി പ്ലസ് യു എന്ന ഫംഗ്ഷനാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതേ പ്രോസസ് നിങ്ങൾ ഫോളോ ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ടി പ്ലസ് യു ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ തൊട്ട് മുകളിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, ടി ആൽഫ പ്ലസ് യു ആൽഫ ആണ്. അപ്പോൾ ഇവിടെ ഇതാണ്. അപ്പം ഈ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ടി പ്ലസ് യു ഓഫ് സം ആൽഫ, ഇതാണ് നമ്മൾ ആൽഫ. എന്ത് കിട്ടും? ഈ ഡെഫിനേഷൻ ഉപയോഗിച്ച് ടി ആൽഫ, അതായത് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് യു ആൽഫ, അതായത് യു ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ. ഈ ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് എഴുതാം. അതുപോലെ യു ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് സി ഇൻറ്റു യു ആൽഫ പ്ലസ് യു ബീറ്റ എന്ന് എഴുതാൻ പറ്റും. കാരണം ടിയും യുവും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ടേമും ഒരുമിച്ച് ക്ലബ് ചെയ്തു, അതുപോലെ ഈ ടേമും ഒരുമിച്ച് ക്ലബ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇതിങ്ങനെ ക്ലബ് ചെയ്യാനൊക്കെ പറ്റുമോ? നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ഞാൻ ക്ലബ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാനിപ്പം ഇവിടെയുള്ള എലിമെന്റിനെ ഞാൻ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി അല്ലേ, ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ടി ബീറ്റിനെ ഞാൻ ഇവിടേക്ക് എടുത്തു. അങ്ങനെ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുമോ ഈ വെക്ടർ സ്പേസിൽ? എന്തുകൊണ്ടാ? എന്ത് കമ്മ്യൂട്ടേറ്റീവ് ആണ്? എവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്? സ്പേസ് പറയും. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എവിടെ? ഇതിപ്പോ എവിടത്തെ കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്ന? അവിടെ ഏത് കമ്മ്യൂട്ടേറ്റിവിറ്റി നമ്മൾ യൂസ്? ഈ പ്ലസ് എവിടെയുള്ള പ്ലസ്സാ കാണുന്ന പ്ലസ്? അതെ, ഡബ്ല്യൂലുള്ള പ്ലസ് ആണ് അല്ലേ? ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു പ്ലസ് ആൻഡ് ഡോട്ട് ലീനിയർ. കാരണം ഈ എലിമെന്റ്സ് ഒക്കെ എവിടെ ഉള്ളതാ? ടി ആൽഫ, ടി ബീറ്റ, യു ആൽഫ, യു ബീറ്റ ഒക്കെ. കാരണം ടി എവിടുന്ന് എങ്ങോട്ടാ? ടി ഈസ് ഡിഫൈൻ ഫ്രം വി ടു ഡബ്ല്യു. അപ്പോൾ ടി ഓഫ് ആൽഫ പറഞ്ഞ ഡബ്ല്യു എലിമെന്റ് ആണ്, യു ഡിഫൈൻ ചെയ്യുന്നത് വി ടു ഡബ്ല്യു ആണ്. അപ്പൊ യു ആൽഫ എന്ന് പറഞ്ഞാലും ഡബ്ല്യു എലിമെന്റ് ആണ്. അപ്പൊ ഈ പ്ലസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡബ്ല്യൂലെ പ്ലസ് ആണ്, അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ അങ്ങോട്ട് തിരിക്കാം, ഒരു കുഴപ്പമില്ല. ടി ബീറ്റ പ്ലസ് സി യു ആൽഫ വിൽ ബി ഈക്വൽ ടു സി യു ആൽഫ പ്ലസ് ടി ബീറ്റ. ഒരു പ്രശ്നമുണ്ട്. ഓക്കെ ഗുഡ്. സോ നമ്മൾ അങ്ങനെ തിരിക്കുന്നു യൂസിങ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഇൻ ഡബ്ല്യു. എന്നിട്ട് നമ്മൾ സി ടൈംസ് ടി ആൽഫ പ്ലസ് യു ആൽഫ എന്ന് എഴുതുന്നു. ഇതിന് നമ്മൾ ഇങ്ങോട്ട് ആദ്യം കൊണ്ടുവരും. ഇത് സി കോമൺ എടുത്തിട്ട് സി ടൈംസ് ടി ആൽഫ പ്ലസ് യു ആൽഫ പ്ലസ് ടി ബീറ്റ പ്ലസ് യു ബീറ്റ എന്ന് എഴുതും. എന്നിട്ട് ഈ സെയിം ഡെഫിനേഷൻ നമ്മൾ മോൾ ഡിഫൈൻ ചെയ്ത സെയിം ഡെഫിനേഷൻ ഉപയോഗിച്ച് തിരിച്ചെഴുതുക. അതായത് സി ഓഫ് ടി, ഇതിന് നമുക്ക് സി ഓഫ് ടി പ്ലസ് യു ഓഫ് ആൽഫ എന്ന് എഴുതാം. ടി ബീറ്റ പ്ലസ് യു ബീറ്റ നമുക്ക് ടി പ്ലസ് യു ഓഫ് ബീറ്റ എന്ന് എഴുതാം. ഈ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമ്മൾ മോൾ ഡിഫൈൻ ചെയ്ത ഡെഫിനേഷൻ ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? ടി പ്ലസ് യു ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ആണ് നമുക്ക് സി ഇൻറ്റു ടി പ്ലസ് യു ഓഫ് ആൽഫ പ്ലസ് ടി പ്ലസ് യു ഓഫ് ബീറ്റ എന്ന് കാണിക്കാൻ പറ്റും. അതിന്റെ മീനിങ് എന്താ? ടി പ്ലസ് യു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം വി ടു ഡബ്ല്യു. അപ്പൊ ടി പ്ലസ് യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണിച്ചു. അപ്പൊ അതായത് ക്ലോസ്നെസ് നമ്മളിവിടെ കാണിച്ചു ശരിക്കും അല്ലേ? ടിയും യുവും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ടി പ്ലസ് യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ എൽ വി ഡബ്ല്യു പറഞ്ഞാൽ സ്പേസ് ഓഫ് ലിനിയർ ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ രണ്ട് എലിമെന്റ്സ് എടുക്കുകയാണ്, ടി വണ്ണും ടി ടുവും. എന്തായാലും ഈ ടി വൺ പ്ലസ് ടി ടു ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താ കാണിച്ചത്? ആ ക്ലോഷർ പ്രോപ്പർട്ടിയാണ് കാണിച്ചത്. ഇതും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണിച്ചു, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് കാണിച്ചു. അപ്പൊ ദിസ് ഓൾസോ ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു, ശരിയല്ലേ? അപ്പൊ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ട സെക്കൻഡ്, അതായത് സി ടി, അതായത് ഒരു കോൺസ്റ്റന്റ് സി നമ്മൾ എഫ് എന്ന് എടുക്കുകയാണ്. നമ്മൾ ഇവിടെ ഉള്ള എഫ് നമ്മൾ ഇവിടെ വി ഓവർ എഫ് വെക്ടർ സ്പേസ് ആണ്, ഡബ്ല്യു ഓവർ എഫ് വെക്ടർ സ്പേസ് ആണ്. നമ്മൾ എടുക്കുന്ന എൽ വി ഡബ്ല്യു എന്ന സ്പേസ് ഓവർ എഫ് എന്ന വെക്ടർ സ്പേസ് ആണ് നമുക്ക് കാണിക്കണം. അപ്പം ഈ കേസിൽ ഈ സി എടുക്കുന്നത് നമ്മൾ എഫ് എന്നാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ കാണിക്കുകയാണ് സി ടി ഓഫ്, ഇവിടെ സിക്ക് പകരം ഒരു ഡി എടുത്തു, വേറെ കോൺസ്റ്റന്റ് എടുത്തു ഡി നമ്മൾ എഫ് എന്ന് എടുക്കുകയാണ്. സി ടി ഓഫ് ഡി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ
ഡി ഇൻറ്റു സി ടി ഓഫ് ആൽഫ പ്ലസ് സി ടി ഓഫ് ബീറ്റ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പറയാം സി ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ പറയുമ്പം സി ടി ഓഫ് ഡി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്താ ഡിഫൈൻ ചെയ്തത്? സി ടി ഈ തിയറത്തിൽ ഡിഫൈൻ ചെയ്തത് സി ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സി ഓഫ് ടി ഓഫ് ആൽഫ എന്നാണ്. അപ്പം അതവിടെ ചെയ്തിരിക്കുന്നത്. സി ടി ഓഫ് ഇതാണ് നമ്മൾ ആൽഫ സിംഗിൾ വെക്ടർ, ഇതാണ് നമ്മൾ സിംഗിൾ വെക്ടർ. അപ്പൊ സി ടി ഓഫ് ദാറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ സി ഓഫ് ടി ഓഫ് സെയിം വെക്ടർ. അപ്പൊ സി ഓഫ് ടി ഓഫ് ഡി ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും. ഇനി നമ്മൾ ടീന്റെ ലീനിയാരിറ്റി യൂസ് ചെയ്യാം. സോറി, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ടി. അപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്താൽ ഡി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എഴുതാൻ പറ്റും. എന്നിട്ട് സി ടൈംസ് ഡി ടി ആൽഫ പ്ലസ് സി ടൈംസ് ഡി ബീറ്റ എഴുതാൻ പറ്റും. ഇതൊക്കെ ഡബ്ല്യൂയിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ വീണ്ടും മാറ്റി എഴുതാണ്. ഡി ടൈംസ് സി ഓഫ് ടി ആൽഫ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് സി ഇൻറ്റു ടി ബീറ്റ എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ ഈ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത മുകളിൽ ഡിഫൈൻ ചെയ്ത കണ്ടീഷൻ ആണ്. സി ഓഫ് ടി ആൽഫ പറഞ്ഞാൽ സി ടി ഓഫ് ആൽഫയാണ്. അതുപോലെ ഇവിടെയും സി ഇൻറ്റു ടി ബീറ്റ പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സി ടി ഓഫ് ബീറ്റ. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റി സി ടി ഓഫ് ഡി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു സി ടി ഓഫ് ആൽഫ പ്ലസ് സി ടി ഓഫ് ബീറ്റ എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം സി ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. മനസ്സിലായോ നമുക്ക് പറഞ്ഞെന്താണ്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായി സർ. നമ്മൾ കുറച്ചുപേരൊക്കെ പോയോ? ക്ലാസ്സിൽ പായ കുറച്ചുപേരുള്ളല്ലോ. ബാക്കിയുള്ളവർക്ക് അവിടെ പോയി. 1 2 3 4 5 6 7 8 9 10 11 പേരുണ്ടല്ലേ. ഇനിയും 6 പേര് പോയല്ലോ. നിങ്ങൾക്ക് ഈ ടൈം കംഫർട്ടബിൾ ടൈം അല്ല അല്ലേ? കാരണം ഞാൻ ക്ലാസ്സിൽ ഒരിക്കലും 17 വരെ മൊത്തം ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും കുറച്ചുപേര് കുറവുണ്ടാവും. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം സി ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് ഓഫ് 4 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു, കളക്ഷൻ ഓഫ് 4 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു. ഇതിപ്പോൾ ഒരു വെക്ടർ സ്പേസ് ആയിട്ടില്ല, വെക്ടർ സ്പേസ് ആക്കണം നമുക്ക്. അപ്പം ഇത് വെക്ടർ സ്പേസ് ആക്കാനുള്ള പ്ലസും ഡോട്ടും നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത് കാണിച്ചു. ഡിഫൈൻ ചെയ്ത് 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് കിട്ടി, ക്ലോഷർ കിട്ടി. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ബാക്കിയുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നമുക്ക് അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്താ ചെക്ക് ചെയ്യാം? ഫോർ എക്സാമ്പിൾ സപ്പോസ് നിങ്ങൾ കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്യാൻ വിചാരിക്കും. എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാം? ഇത് വെക്ടർ സ്പേസ് എന്ന് കാണിക്കണം. നിങ്ങൾ അതിലുള്ള വെക്ടർ സ്പേസിന്റെ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യണം. അതാണ് ഈ പ്രൂഫിന്റെ ബാക്കി ഭാഗം. ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അപ്പം എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാം? കമ്മ്യൂട്ടേറ്റിവിറ്റി, സപ്പോസ് കമ്മ്യൂട്ടേറ്റിവിറ്റി കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? ക്ലോഷറൊക്കെ കിട്ടി നമുക്ക്. അതായത് T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ T2 പ്ലസ് T1 തന്നെയാണ് LVW. ഓക്കെ, എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? ഈ കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ അതാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലേ? നമ്മളിപ്പോൾ ഒരു വെക്ടർ സ്പേസ് എടുത്തു, V ഓവർ F എടുത്തു, നമ്മളൊരു ആൽഫ വീന്ന് എടുത്തു, ഒരു ബീറ്റ വീന്ന് എടുത്തു. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ബീറ്റ പ്ലസ് ആൽഫ ഫോർ ഓൾ ആൽഫ ബീറ്റ ഇൻ വി ആണെങ്കിൽ നമ്മൾ പറയും അത് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു പ്ലസ് അല്ലേ? അതേപോലെ നമ്മൾ പ്ലസ് ഇവിടെ മോഡൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് ഇതാണ്, T1 പ്ലസ് T2 ഈക്വൽ ടു T2 പ്ലസ് T1 ആണ്. എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറയൂ? ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ T1 പ്ലസ് T2 ഓഫ് ആൽഫ എടുക്കാം. ഓക്കെ, T1 പ്ലസ് T2 ഓഫ് ആൽഫ എന്താണ്? വാട്ട് ഇസ് T1 പ്ലസ് T2 ഓഫ് ആൽഫ? അനീഷ, എന്താ T1? T1 ആൽഫ പ്ലസ് T2 ആൽഫ. അതെ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് എത്തിക്കണം. ഇപ്പൊ T1 പ്ലസ് T2 ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു T2 പ്ലസ് T1 ഓഫ് ആൽഫ ഫോർ ഓൾ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം T1 പ്ലസ് T2 ഇസ് ഈക്വൽ ടു T2 പ്ലസ് T1 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനെ പറ്റി എങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിക്കാം? അതെ, അതായത് വെരി ഗുഡ്.
T1 alpha plus T2 alpha എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഇത് നമുക്ക് T2 alpha plus T1 alpha എന്ന് എഴുതാം. കാരണം ഈ T1 ആൽഫയും T2 ആൽഫ എവിടെ എലിമെന്റ്സ് ആണ്? W എലിമെന്റ്സ് ആണ് W. അല്ലെ? W കമ്മ്യൂട്ടേറ്റീവ് ആണ് റെസ്പെക്ട് ടു പ്ലസ് അല്ലെ? അവിടെ ഉള്ള പ്ലസ്, ഈ പ്ലസ് പറഞ്ഞാല് ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ W ഉള്ള പ്ലസ് ആണ്. ഈ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ മോഡ് ഡിഫൈൻ ചെയ്ത പ്ലസ് ആണ്. രണ്ടാണ്. അപ്പം T1 പ്ലസ്, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, കാരണം ആ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡെഫിനേഷൻ, നമ്മൾ ഇവിടെ പ്ലസ് ഡിഫൈൻ ചെയ്ത ഡെഫിനേഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ T2 പ്ലസ് T1 ഓഫ് ആൽഫ എന്ന് എഴുതാം. നമ്മൾ മോളിൽ ഡിഫൈൻ ചെയ്തല്ലോ, T1 പ്ലസ് T2 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ T1 ആൽഫ പ്ലസ് T2 ആൽഫ ആണ്. അപ്പോൾ ഒബിയസ്ലി അങ്ങനെ അങ്ങനെയാണെങ്കിൽ T2 ആൽഫ പ്ലസ് T1 ആൽഫ എന്ന് പറഞ്ഞാൽ T2 പ്ലസ് T1 ആൽഫയാണ്. ആ സെയിം ഡെഫിനേഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ കണ്ടീഷൻ, കമ്മ്യൂട്ടേറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി അല്ലേ? ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ വരിക ഈ കേസിലെ? അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മളെ ഈ ഒരു കേസിലെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ വരിക ഈ ഒരു LBW? അവിടെ നമ്മൾ സാധാരണ എന്താ സീറോ ട്രാൻസ്ഫോർമേഷൻ. അതെ, ഈ കേസിൽ അഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ സീറോ ട്രാൻസ്ഫോർമേഷൻ വരാം. സീറോ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്താ? അതെല്ലാം സീറോ ഓഫ് ആൽഫ, സീറോ ആക്ടിങ് ഓൺ ആൽഫ, നമ്മൾ സീറോ ഡിനോട്ട് ചെയ്യുന്നുള്ളത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം B to W. അപ്പം സീറോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സീറോ വരും. ഡബ്ല്യൂലുള്ള സീറോയിലേക്ക് മാപ്പ് ചെയ്യും. ഏത് ആൽഫ എടുത്താലും സീറോയിലേക്ക്, ഡബ്ല്യൂലെ സീറോയിലേക്ക് മാപ്പ് ചെയ്യും അല്ലേ? അപ്പം ഇവിടെ T1 പ്ലസ്, ഓക്കെ, അപ്പൊ ഈ കേസില് ഈ LVWയിലെ സീറോ എന്ന് പറഞ്ഞാൽ നമ്മളെ സീറോ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾ ബാക്കി കേസും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് ഇത്രയും എഴുതാൻ കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പൊ വെക്ടർ സ്പേസ് ആവാനുള്ള ബാക്കി കണ്ടീഷൻസ് എന്തൊക്കെയാ അത് നിങ്ങൾ ഒന്ന് നോട്ട് ഉണ്ടാക്കുമ്പോൾ എഴുതുക. ഓക്കെ, അപ്പം ഈ കേസിൽ അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ചാല് നമ്മളൊരു കളക്ഷൻ എടുത്തു. LVW എന്ന് വെച്ചാൽ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ ട്രാൻസ്ഫോർമേഷൻസിന്റെയും കളക്ഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ പ്ലസ് ഡിഫൈൻ ചെയ്തു. T1 പ്ലസ് T2 ഓഫ് സം ആൽഫ എന്ന് പറഞ്ഞാൽ അതിന് എടുക്കേണ്ടത് T1 ആൽഫ പ്ലസ് T2 ആൽഫ ആയിട്ടാണ് എടുക്കേണ്ടത്. അതാണ് നമ്മൾ പ്ലസ് CT ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ C ഇൻറ്റു T ഓഫ് ആൽഫയാണ് എന്നാണ് നമ്മൾ ഡോട്ട് ഡിഫൈൻ ചെയ്തത്. So with respect to this plus and this dot, what we are defining, this dot, what we are defining, this LVW is actually a vector space. അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ കളക്ഷൻ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ആ രീതിയിൽ കാണുക. ഓക്കെ, ഇതിലുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. LBW എന്ന സ്പേസിലുള്ള എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. സീറോന്റെ ഇൻവേഴ്സ് അപ്പൊ എങ്ങനെ പറയാ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മൈനസ് ടി ആൽഫ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സീറോ ഉണ്ട് നിങ്ങൾ കാണിച്ചു അല്ലേ? ഇനിയിപ്പം ഇൻവേഴ്സ് എക്സിസ്റ്റ് എങ്ങനെ കാണിക്കാൻ പറ്റുക? T1 പ്ലസ് there should be some minus T1 equal to 0. അത് T1 പ്ലസ് മൈനസ് T1 ഓഫ് ആൽഫ അല്ലേ? ഓഫ് ആൽഫ. T1 പ്ലസ് മൈനസ് T1 ഓഫ് ആൽഫ. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ഇങ്ങനെ തന്നെയാണ് എടുക്കുക. എന്താ കൂടി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്പം
ഓക്കെ, സോ ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ ഒരു റിസൾട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു വെക്ടർ സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വെക്ടർ സ്പേസിന് ഒരു ബേസിസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ, അല്ലേ? ഒരു ബേസിസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും, എത്ര എലിമെന്റ്സ് ഉണ്ട് ആ സ്പേസിൽ എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ കേസിൽ ഒരു റിസൾട്ട് ഉണ്ട്, നമുക്ക് റിസൾട്ട് നോക്കാം. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് V is an n-dimensional vector space over the field F and W be an m-dimensional vector space over the same field F, അങ്ങനെയാണെങ്കിൽ the space LVW is finite dimensional and has dimension mn, m into n. അതായത് വിയും W രണ്ടും ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് V എടുക്കുന്നത് n എന്നും ഡയമെൻഷൻ ഓഫ് W എടുക്കുന്നത് m എന്നുമാണ്. അങ്ങനെയെങ്കിൽ LVW എന്ന സ്പേസ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ, ഒബ്വിയസ്ലി ഇത് വെക്ടർ സ്പേസ് ആണ്, നമ്മളിപ്പോൾ കണ്ടു. ഇത് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും, അതായത് അതിന്റെ ഡയമെൻഷൻ എന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അത് ഈക്വൽ ടു mn, m into n ആയിരിക്കും എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിന്റെ പ്രൂഫ് ജസ്റ്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? V is an n-dimensional vector space and W is an m-dimensional vector space over the same field F. അങ്ങനെയെങ്കിൽ LVW ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും, അതിന്റെ ഡയമെൻഷൻ mn ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ്, ഇതിന്റെ ഡയമെൻഷൻ mn നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഒന്ന് ഉറപ്പാണ്, നമ്മൾ ഈ പ്രൂഫിൽ നമ്മൾ എന്തായാലും ഒരു ബേസിസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ബേസിസിന്റെ ഒരു ബേസിസ് നമ്മൾ എടുത്തിട്ട്, ഒരു സെറ്റ് ഓഫ് ലിയൻ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തിട്ട് നമ്മൾ അത് ബേസിസ് ആണെന്ന് കാണിക്കേണ്ടി വരും. എന്നിട്ട് അത് ഫൈനൈറ്റ് നമ്പറേ ഉള്ളൂ, അത് എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ പറയേണ്ടി വരും. എത്ര എലിമെന്റ്സ് നമ്മളെടുത്ത ബേസിസിലുള്ള വെച്ചാൽ അതായിരിക്കും ആ സ്പേസിന്റെ ഡയമെൻഷൻ. അപ്പൊ അങ്ങനെ ആയിരിക്കണം ഈ പ്രൂഫ് പോകേണ്ടത്, അല്ലെ? ഡയമെൻഷൻ mn കാണിക്കണമെങ്കിൽ ഓബിയസ്ലി ഒരു ബേസിസ് കാണിക്കണം നിങ്ങൾ ഈ സ്പേസിന്. ഒരു ബേസിസ് കാണിച്ചിട്ട് അതിന്റെ കാർഡിനാലിറ്റി mn ആണെങ്കിൽ നിങ്ങൾ ഈ പ്രൂഫ് ചെയ്യേണ്ടത് ശരിക്കും. അപ്പോഴല്ലേ ഈ പ്രൂഫ് കംപ്ലീറ്റ് ആവാം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ബേസ് എടുക്കാം, beta and beta dash. Let there be two bases for V and W. വിന്റെ ബേസിസ് നമ്മൾ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്ന് എടുക്കുന്നത് റെസ്പെക്റ്റീവ്ലി എന്നാണ്. അതായത് വിന്റെ ബേസിസ് ബീറ്റയും ഡബ്ല്യുവിന്റെ ബേസിസ് ബീറ്റ ഡാഷിന് എടുക്കും. ഓക്കെ, ബിന്റെ ബേസിസ് നമ്മൾ ബീറ്റയും ഡബ്ല്യുവിന്റെ ബേസിസ് ബീറ്റ ഡാഷ് എടുത്തു. ശ്രദ്ധിക്കുക, ബിയിൽ നമ്മൾ എടുത്തത് n എലിമെന്റ്സ് ആണ് ബേസിസിൽ, ഡബ്ല്യു നമ്മൾ എടുത്ത ബേസിസിൽ m എലിമെന്റ്സ് ആണ്, m എലിമെന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ LVW എന്ന സ്പേസിന്റെ ഡയമെൻഷൻ നമുക്ക് കാണേണ്ടത്. അതായത് നമ്മൾ കുറച്ച് എന്താ പറയാ, ഈ സ്പേസിലുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് എടുക്കണം, അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എടുക്കണം. എന്നിട്ട് ആ സെറ്റ് നമ്മൾ ബേസിസ് ആക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ആ ബേസിസ് ആണ് പ്രൂവ് ചെയ്തതിനു ശേഷം നമ്മൾ പറയാൻ ഡയമെൻഷൻ mn ആണെന്ന് പറയും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കാൻ ഞാൻ കുറച്ച് ഫംഗ്ഷൻസ് എടുക്കണമല്ലോ, അപ്പൊ ഞാൻ കുറച്ച് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, EPQ എന്ന് പറഞ്ഞ കുറച്ച് ഫംഗ്ഷൻസ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. അതായത് നിങ്ങൾക്ക് കാണാം, ഫോർ ഇന്റിജേഴ്സ് സം പെയർ ഓഫ് ഇന്റിജേഴ്സ് PQ with 1 less than equal to P less than equal to M and 1 less than equal to Q less than equal to N, we defined linear transformations EPQ from V to W by this form, where EPQ of alpha എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും if I is not equal to Q. EPQ of alpha എന്ന് പറഞ്ഞാൽ ബീറ്റ P ആയിരിക്കും if I is equal to Q. അതിനെ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി എഴുതാം. അതിനെ ഡെൽറ്റ IQ ഓഫ് BP എന്ന് എഴുതാം. ഈ ഡെൽറ്റ IQ എന്ന ഫംഗ്ഷൻ വേറെ ഒന്നല്ല, ഇറ്റ് ഈസ് 0 if I is not equal to Q and is equal to 1 if I is equal to Q.
ഓക്കെ, അതാണ് ഡെൽറ്റ ഐ ക്യു എന്ന ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിനെ മാറ്റി എഴുതാണ്. ഡെൽറ്റ ഐ ക്യു ഇതിനെ ജസ്റ്റ് നമ്മൾ ഡെൽറ്റ ഐ ക്യു ഇൻറ്റു ബീറ്റ പി എന്ന് എഴുതാൻ പറ്റുകയാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഈ പി ക്യു എന്ന് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിന്റെ ഇതൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് ആണ്. ഇതിന്റെ ഡയമെൻഷൻ mn എന്ന് കാണിക്കണം. അപ്പൊ ഓബ്വിയസ്ലി നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കളക്ഷൻ ഓഫ് കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ്, സം T1 T2 എക്സെട്ര സം Tmn, ഇത്രയും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണിക്കാൻ പറ്റണം. ആൻഡ് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻസ്, സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞാൽ ഒരു ബേസിസ് ആവണം. ആരുടെ ബേസിസ് ആവണം? LVWന്റെ ബേസിസ് ആവണം. അപ്പൊ ഇങ്ങനത്തെ ഒരു mn ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. നൊട്ടേഷൻ നമ്മൾ PQ എന്ന് കൊടുക്കുന്നുള്ളൂ. വേർ P varies from 1 to m, Q varies from 1 to n. ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ mn നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പം ഈ കേസിൽ അതിപ്പം E1, ഇപ്പോൾ ഞാൻ P മൊത്തം വേരി ചെയ്യാണ്, Q ഫിക്സ് ചെയ്യാണ്. E1Q ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E1Q ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0 ഇഫ് I is not equal to Q and it is equal to എന്താണ്? ബീറ്റ 1 if I is equal to Q. ഇതാണ് നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതിൽ Q1 to n വൈരി ചെയ്യുമ്പോൾ എത്ര ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വേറെ വരും. അപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു പേജ് എടുത്ത് എഴുതാം. ഉണ്ടാവുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് ഡീപ്പായിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പ്രൂഫിലേക്ക് പോകാം. ഒരു ടോട്ടൽ mn ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്നത്. PQ ഓഫ് ആൽഫ ഐ എന്ന് പറയുമ്പം 0 if I not equal to Q and ബീറ്റ P ആയിരിക്കും if I is equal to Q. അപ്പൊ നമ്മൾ ആദ്യം and also 1 less than equal to P less than equal to M and 1 less than equal to Q less than equal to N ആണ്. അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഞാൻ Pക്ക് 1 എടുത്തു. അപ്പം E1Q ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുന്നത് 0 if I is not equal to Q. ഇവിടെ ഞാൻ P1 ആണ് എടുത്തിരിക്കുന്നത് അല്ലെ, P1 ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് വരും? ബീറ്റ P വരും if I is equal to Q. ഓക്കെ, ഇതൊരു സെറ്റാണ്, ഒരു സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് അല്ലേ. പിന്നെ സപ്പോസ് Pക്ക് ഞാൻ 2 കൊടുക്കുകയാണ്. P2 കൊടുക്കുമ്പം ഈ 2Q ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും if I is not equal to Q and it will be equal to beta, ഇവിടെ ബീറ്റ P അല്ല എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താവുക? ബീറ്റ 1 ആവും. പറയണം കേട്ടോ, ഞാൻ ജസ്റ്റ് മിസ്സായി പോകുന്നതാണ്. ബീറ്റ 1 ആവും. ഇവിടെ P2 ആണ്, അപ്പോൾ ബീറ്റ 2 ആയിരിക്കും if I is equal to Q. അങ്ങനെ നമുക്ക് എത്ര എലിമെന്റ്സ് ഉണ്ട് അതുപോലെ നമുക്ക് എക്സെട്ര PM വരെ പോകും. അപ്പൊ ഈ MQ ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ 0 if I not equal to Q എന്നാണ്. അതുപോലെ ഇത് ഈക്വൽ ടു ബീറ്റ M ആയിരിക്കും if I equal to Q ആണെങ്കിൽ. അപ്പൊ അങ്ങനെ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് കിട്ടുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ Q വേരീസ് ഫ്രം 1 to n. Q നമുക്ക് 1 മുതൽ n വരെ വേരി ചെയ്യാം. ഇനി ഈ കേസിൽ, ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഫസ്റ്റ് കേസിൽ, അപ്പോൾ Q1 ആകുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ Q1 ആകുമ്പോൾ E11 ഓഫ് ആൽഫ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും if I is not equal to Q. Q പറഞ്ഞാൽ I1 അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. I1 ആണെങ്കിൽ എന്തായിരിക്കും? ബീറ്റ
1 ആയിരിക്കും അല്ലേ? ഇതല്ല പറയുന്നത്. ജസ്റ്റ് ക്യൂക്ക് 1 കൊടുത്തു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഇവിടെ ഒരു സ്പേസ് എടുക്കുന്നുണ്ട് LV W, ഇതിന്റെ ബേസിസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിന് കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു T ആണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നൊട്ടേഷൻ E11 ആണ്, പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു T ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, അത്രേ ഉള്ളൂ. ആ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്താ? അത് എവിടുന്ന് എങ്ങോട്ടാ? E11 മാപ്പ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, Vന്ന് Wയിലേക്ക് തന്നെയാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ എടുത്തു ബേസിസ് എടുത്തു. വിന്റെ ബേസ് എന്തെടുത്തു? നമ്മൾ α1 α2 എക്സെട്ര α എന്നെടുത്തു. ഡബ്ല്യുവിന്റെ ബേസ് നമ്മൾ എന്തെടുത്തു? β1 β2 എക്സെട്ര βm എന്നെടുത്തു അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഇതിൽ നമുക്ക് ആ ഡെഫിനിഷൻ കിട്ടുകയാണ്, അതായത് T നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൽഫായി അടൽ എലിമെന്റ്സ് ആണ്, ബേസ് എലിമെന്റ്സ് ആണ് വിയിലുള്ള. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യണം ഇവിടെ. ഇതിലൂടെ നമ്മൾ ഈ ഏരിയയിലൂടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാണ്. അതായത് E11 ഓഫ് α1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം എന്തായിരിക്കും പറയൂ? E11 ഓഫ് α1 എന്തായിരിക്കും? നമ്മൾ വിന്റെ ബേസിസ് നമ്മൾ എടുത്തത് എന്താ? α1 α2 എക്സെട്ര n അല്ല എടുത്തിരിക്കുന്നത്, n എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് E11 ഓഫ് α1 എന്താണെന്നാണ് പറഞ്ഞു തരേണ്ടത്. അതായത് I1 ആവുമ്പോൾ നമുക്ക് β1 ആയിരിക്കും അല്ലെ? α1 എന്ന് പറയുമ്പോൾ I1 ആയി, അപ്പൊ നമുക്ക് β1 ആയിരിക്കും. I1 ആകുമ്പോൾ β1 ആയിരിക്കും. ഓക്കെ, ഫൈൻ. E11 ഓഫ് α2 എന്തായിരിക്കും? 0. If I is not equal to 1, I2 എടുത്ത I2 not equal to 1 ആണല്ലോ, അപ്പൊ എന്താ വരിക? 0 വരും, ഇമേജ് 0 വരും. ബാക്കി ഏത് E11 ഓഫ് ഏത് α ബാക്കി എടുത്താലും നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടും. അതായത് E11 ഓഫ് α3 എടുക്കുക എക്സെട്ര, ഇത് 0 ആയിരിക്കും എക്സെട്ര. E11 ഓഫ് αn വരെ എടുത്താൽ നിങ്ങൾക്ക് അത് 0 ആയിരിക്കും. നമുക്കൊരു റിസൾട്ട് അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് ഉണ്ട്, കഴിഞ്ഞ ക്ലാസ് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് ഉണ്ട്. ഒരു വെക്ടർ സ്പേസ് എടുത്തു, ഓക്കെ, വി എടുത്തു, അതിന്റെ ഒരു ബേസിസ്, ഒരു ഓർഡേർഡ് ബേസിസ് എടുത്തു, α1 α2 എക്സെട്ര αn എടുത്തു. ഓക്കെ, ആൻഡ് കുറച്ച് വെക്ടേഴ്സ് നമ്മൾ β1 β2 എക്സെട്ര, ബീറ്റ എടുക്കുന്നില്ല, ഗാമ എടുക്കാം, γ1 γ2 എക്സെട്ര γn എടുത്തു. എവിടെ? നമ്മൾ അത് W എടുത്തു. അങ്ങനെയെങ്കിൽ ഈ ബീറ്റയിൽ നിന്ന് സോറി T of α1 is equal to γ1, T of α2 is equal to γ2 etc. T of αn is equal to γn എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക് ടി എ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞ ഓർമ്മ. അല്ലെ? അവിടെ നമ്മൾ ബീറ്റാസ് ഉപയോഗിച്ചത്, അപ്പൊ ഗാമ ഉപയോഗിച്ചെന്നുള്ളൂ, നമ്മുടെ മോളിൽ ബീറ്റാസ് ഉള്ള കൺഫ്യൂഷൻ എന്താ വെച്ചാൽ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊരു ടി ആണ്. നൊട്ടേഷൻ നമ്മൾ E11 എഴുതുന്നുള്ളൂ, ഇതൊരു ടി ആണ്. ടി ഫ്രം വി ടു ഡബ്ല്യു. ഇത് നമ്മൾ ഓൾറെഡി ബേസ് അല്ലേ α1 α2 എക്സെട്ര α എന്ന് പറഞ്ഞത്. അപ്പൊ T of α1 equal to some γ1, T of α2 equal to some γ2 എക്സെട്ര സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക് ടി ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ E11 ഇമേജസ് ഇതൊക്കെയാണ്. അങ്ങനത്തെ ഒരു യുണീക് ട്രാൻസ്ഫോർമേഷൻ ആണ് E1. ഇനി ഇതേപോലെ ഇപ്പൊ നമ്മൾ E11 മാത്രമേ ഇപ്പൊ ഡിഫൈൻ ചെയ്തുള്ളൂ. E1Q തന്നെ Q എവിടുന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? Q1 മുതൽ n വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ Q2 കൊടുക്കുമ്പോൾ എന്താ കിട്ടിയ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. അത് E12 ഓഫ് αi എന്തായിരിക്കും നോക്കാം. എന്താണ് E12 ഓഫ് ആൽഫ? ഇത് ജസ്റ്റ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയി എഴുതാൻ കാരണം നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്താണ്. കുറച്ചും കൂടി ഡീപ്പായി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിൽ ഉറക്കും അതൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ്, അതിന്റെ ഇമേജസ് ഇതൊക്കെയാണ്. അതിനുവേണ്ടി അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അച്ഛൻ അതിനെ എഴുതുന്നുള്ളൂ ഒരു.
പെട്ടെന്ന് നമ്മളത് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ കാരണം. അപ്പൊ E12 of alpha I എന്തായിരിക്കും? ഇറ്റ് ഈസ് 0 if I is not equal to എന്തായിരുന്നു ഡെഫിനിഷൻ എന്തായിരുന്നു? If I is not equal to Q, അപ്പൊ 2 അല്ലെ, 2 and is equal to 2 ആണെങ്കിൽ അത് ബീറ്റ 1 or 2? ബീറ്റ 1 ആണ്. ഓക്കെ, അപ്പൊ E12 എന്ന സാധനം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. E12 എന്ന സാധനം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി നോക്കാം. E12 എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. E12 ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ E12 ഓഫ് ആൽഫ 2 ആണ് നമുക്ക് ബീറ്റ 1 ആയിട്ട് കിട്ടുന്നത് അല്ലേ. കാരണം I2 ആകുമ്പോഴാണ് നമുക്ക് ബീറ്റ 1 കിട്ടുക. ബാക്കി എല്ലാ കേസിലും I നോട്ട് ഈക്വൽ ടു 2 ആകുമ്പോൾ അത് 0 ആവും. ഈ ഫംഗ്ഷൻ വാല്യൂ 0 വരും എക്സെട്ര. E12 ഓഫ് ആൽഫ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ 0 ആയിരിക്കും. ഈ ഒരു കേസ് മാത്രമേ അത് നോൺ 0 ആയിരിക്കും. തൊട്ട് മുമ്പത്തെ ഫംഗ്ഷനിൽ നമുക്ക് ആ ഫസ്റ്റ് എൻട്രി ആയിരുന്നു, ഇതായിരുന്നു നമുക്ക് നോൺ 0 ആയിട്ട് ബീറ്റ 1 കിട്ടിയത്. ബാക്കി എല്ലാം 0 ആയിട്ട് ഉള്ള എൻട്രീസ് ആയിരുന്നു അല്ല, ഇമേജ് വരുന്ന എല്ലാം 0 ആയിരുന്നു. അപ്പം ഇവിടെ ഇപ്പൊ എത്ര ഫംഗ്ഷൻസ് ഉണ്ട് ഇതുപോലെ? അപ്പൊ ഇതുപോലെ ഇവിടെ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? ഇവിടെ ഈ കേസിൽ ഈ ഒരു കേസിൽ എത്ര ഫംഗ്ഷൻസ് വരും? നമുക്ക് ടോട്ടലി Q വേരിയസ് ഫ്രം 1 to n ആയിക്കോട്ടെ, ഇങ്ങനത്തെ n ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ടാവും അല്ലേ. n ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഈ കേസ് നമുക്ക് താഴോട്ട് അങ്ങനെ ജനറേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഞാൻ എഴുതിയ പോലെ അടുത്തത് നിങ്ങൾ Qക്ക് 3 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് E13 ഓഫ് ആൽഫ I എന്താന്ന് കിട്ടും. അപ്പൊ നമുക്കത് എക്സാക്ട്ലി എന്താ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാവും. ഇപ്പൊ ടോട്ടലി ഇവിടെ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് n ഫംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ സെറ്റ് എടുക്കുകയാണ്, സെക്കൻഡ് സെറ്റ്. ഇവിടെ നമ്മൾ P2 ആയിട്ട് ഫിക്സ് ചെയ്തു. ഇവിടെ P1 ഫിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നിട്ട് Q വേരി ചെയ്തു. ഇവിടെ നമ്മൾ ഇനി P2 ആയിട്ട് ഫിക്സ് ചെയ്ത് Q വേരി ആണ്. അപ്പൊ ഇവിടെയും നിങ്ങൾ അതേപോലെ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും കിട്ടും. എത്ര എണ്ണം കിട്ടും? n ഫംഗ്ഷൻസ് ഇവിടെയും കിട്ടും. അതുപോലെ നിങ്ങൾ ലാസ്റ്റ് കേസിൽ നോക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് n ഫംഗ്ഷൻസ് കിട്ടും. അപ്പൊ ടോട്ടലി എത്ര ഫംഗ്ഷൻസ് ഇവിടെ കിട്ടി? n പ്ലസ് n പ്ലസ് n പ്ലസ് എക്സെട്ര m ടൈംസ് അല്ലേ. m ടൈംസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ. ഇവിടെ m ഫംഗ്ഷൻസ് കിട്ടി, ഇവിടെ n ഫംഗ്ഷൻസ് കിട്ടി, എക്സെട്ര ലാസ്റ്റിലും n ഫംഗ്ഷൻസ് കിട്ടി. അപ്പൊ ഇങ്ങനത്തെ എത്ര കേസാണ് ഉള്ളത്? ഇങ്ങനത്തെ m കേസസ് ഉള്ളത് അല്ലെ. ഫസ്റ്റ് ഇൻഡെക്സിങ് 1 ഫ്രം P വേരീസ് ഫ്രം 1 to n. അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് n പ്ലസ് എക്സെട്ര പ്ലസ് m ടൈംസ് കിട്ടി. അപ്പൊ ടോട്ടൽ mn നമ്പർ ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഫംഗ്ഷൻസും കിട്ടി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും ചെയ്തു എന്താണ് ആ ഫംഗ്ഷൻസ്. ഇപ്പം E11 ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ E12 എങ്ങനെയാണ് നമ്മൾ കണ്ടു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ തിയറത്തിൽ നമ്മൾ LVWന്റെ ബേസിസ് ആണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ബേസിസ്. ഓക്കെ, അതായത് LVW എന്ന സ്പേസിന്റെ ഡയമെൻഷൻ mn എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിനൊരു ബേസിസ് ആദ്യം കണ്ടുപിടിക്കണം. ആ ബേസിസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ, ബേസിസ് അല്ല, നമ്മൾ സെറ്റ് എടുത്തു, സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എടുത്തു. ആ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഈ PQ ഓഫ് ആൽഫ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ക്ലെയിം എന്താ വെച്ചാൽ these mn transformations EPQs form a basis for LVW. അതാണ് നമ്മളെ ക്ലെയിം. അപ്പം ഈ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് തിയറം ഉപയോഗിക്കുന്നുണ്ട്. എക്സസ് യൂണിക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ V into W സാറ്റിസ്ഫൈങ് ദീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആൽഫ ഐസ് നമ്മളൊരു ബേസിസ് എടുത്തു, ഓർഡേഡ് ബേസിസ് എടുത്തു, എന്നിട്ട് കുറച്ച് ബീറ്റ ഐസ് W എടുത്തിട്ടുണ്ടെങ്കിൽ T of alpha equal to beta I എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക് T ഉണ്ടാവുള്ളൂ. ആ റിസൾട്ട് ഉപയോഗിച്ചാണ് ഈ ഐഡിയ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് ഫംഗ്ഷൻസ് ചൂസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഒരു mn ഫംഗ്ഷൻസ് ചൂസ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഫംഗ്ഷൻസ്, ഈ EPQസിന്റെ കളക്ഷൻ ഈ LVWന്റെ ഒരു ബേസിസ് ആയിരിക്കും എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ അടുത്ത പണി. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ബേസിസ് ആണ് പ്രൂവ് ചെയ്യുക? എന്തൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം? ഒബ്വിയസ്ലി ബേസിസ് ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യാം?
അതായത് ഇ പി ക്യൂസിന്റെ കളക്ഷൻ ആ സെറ്റ് ഫുൾ സ്പേസ് സ്പാൻ ചെയ്യും. അതായത് ഒന്ന് നമുക്ക് കാണിക്കേണ്ട ഈ സാധനമാണ്. ക്ലെയിം ഈസ് ദാറ്റ് ഇ പി ക്യൂസ് വിൽ സ്പാൻ ദ സ്പേസ് എൽ വി ഡബ്ല്യു. ഒബ്വിയസ്ലി ആ ഫംഗ്ഷൻസ് വെച്ചിട്ട് ബാക്കി എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് ഇതിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇ പി ക്യൂസിനെ ലിയർ കോമ്പിനേഷൻ ആക്കി നിങ്ങൾക്ക് എൽ വി ഡബ്ല്യൂയിൽ എല്ലാ ഫംഗ്ഷൻസിനും എഴുതാൻ പറ്റണം. അതതിന്റെ മീനിങ്. ഇ പി ക്യൂസ് സ്പാൻ ദ സ്പേസ് എൽ വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇ പി ക്യൂസിന്റെ ലിയർ കോമ്പിനേഷൻ ആക്കി നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ സ്പേസിലുള്ള എല്ലാ ഫംഗ്ഷൻസിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ സെയിം ഡെഫിനിഷൻ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുന്നത് അതേ ഡെഫിനിഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫംഗ്ഷൻസ് ആണ് ലിയർ ഫംഗ്ഷൻസ്, ലിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ വെക്ടേഴ്സ് ആക്കി എടുക്കുന്നത്. ആ ഒരൊറ്റ വ്യത്യാസം ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ നമുക്കത് കാണിക്കണം. രണ്ടാമത് ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാം എന്താ നമുക്ക് കാണിക്കേണ്ടി വരിക. നമുക്കത് ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കേണ്ടി വരും. അത് നമ്മൾ കാണിക്കേണ്ട ഈ പ്രൂഫിൽ ലാസ്റ്റിൽ നമ്മൾ കാണിക്കുന്നു ദിസ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്മൾ കാണിക്കുന്നു. അതെ. ഓൾസോ വി നീഡ് ടു ഷോ ദാറ്റ് these EPQs are linearly independent. Okay, so let us see how we show that it spans space. എങ്ങനെ കാണിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം okay, so we are assuming something. Let T be a linear transformation from V to W. Okay, ഈ ഒരു ലീനിയർ ട്രാൻസ്മിഷൻ എടുക്കാം നമ്മൾ വിന്ന് ഡബ്ല്യൂയിലേക്ക്. ഫോർ ഈച്ച് ജെ 1 less than equal to j less than equal to n, let a1j, a2j, etc. amj be the coordinates of the vector t alpha j in the ordered basis beta dash. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? a1j a2j കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതൊക്കെ സ്കേലാസ് ആണ്, എഫിലുള്ള വാല്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? ടി ആൽഫ ജെ എവിടെയുള്ള വെക്ടർ ആണ്? ഈ ടി ആൽഫ ജെ ഫിക്സ് ചെയ്യാം. അപ്പൊ ജെക്ക് നിങ്ങൾ 1 കൊടുക്കുകയാണെങ്കിൽ ടി ആൽഫ 1 എന്ന് കിട്ടും. ജെക്ക് 2 കൊടുത്താൽ ടി ആൽഫ 2 എന്ന് കിട്ടും. അപ്പൊ ഈ ടി ആൽഫ 1 അല്ലെങ്കിൽ ടി ആൽഫ 2 ഒക്കെ എവിടെയുള്ള വെക്ടേഴ്സ് ആണ്? എവിടെയുള്ള വെക്ടേഴ്സ് ആണ് ടി ആൽഫ 1? എവിടെ വിയിലുള്ള വെക്ടേഴ്സ് ആണോ അതോ ഡബ്ല്യൂയിലുള്ള വെക്ടേഴ്സ് ആണോ? ഡബ്ല്യു അല്ലേ? ടി ഡിഫൈൻ ഫ്രം വി ടു ഡബ്ല്യു ആണ്. അപ്പം ടി ആൽഫ ജെ എന്ന് പറയുന്നത് ഡബ്ല്യൂയിലെ വെക്ടർ ആണ്. ഡബ്ല്യൂയുടെ ബേസിസ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? ഓർഡേഡ് ബേസിസ് ഓർമ്മ ഉണ്ടോ? നമ്മളെ ബോർഡ് ഉണ്ടായിരുന്നു, നമുക്ക് മൊത്തം ഒരുമിച്ച് എഴുതാൻ പറ്റും. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് β1 β2 ബീറ്റ ഡാഷ് എടുത്തു, β1 അതെ എക്സെട്ര βm നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കോർഡിനേറ്റ്സിന്റെ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് എന്ത് പറയാം? ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, ആ വെക്ടർ സ്പേസിലെ എലിമെന്റ് ആ വെക്ടർ സ്പേസിന്റെ ഒരു ഓർഡർ ബേസിസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ കാണാൻ പറ്റുമല്ലോ, അല്ലേ? ആ കോർഡിനേറ്റ് വെക്ടർ ആണ് നമ്മൾ പറയുന്നത്. ഇതാണ് ആ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. a1j a2j എക്സെട്ര amj എന്ന് പറഞ്ഞ ആ കോർഡിനേറ്റ് വെക്ടർ ആണ് ഈ എലിമെന്റ്, ഈ വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ ആണ് ഈ വെക്ടർ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു സംശയമില്ല. നമുക്ക് അങ്ങനെ കുറച്ച് സ്കേലാസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ അസ്യൂം ചെയ്യണം. അത് ദാറ്റ് ഈസ് ടി ആൽഫ ജെ എന്ന് പറഞ്ഞാൽ a1j β1 പ്ലസ് a2j β2 എക്സെട്ര പ്ലസ് amj βm. അപ്പൊ ഇതാണ് അവിടുത്തെ സ്കേലാസ്. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ടി ആൽഫ ജെ നമുക്ക് ജസ്റ്റ് സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സമ്മേഷൻ p = 1 to m apj ബീറ്റ പി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, apj ബീറ്റ പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ടി ഇസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വി ടു ഡബ്ല്യൂ എടുത്തു. എന്നിട്ട് ടി ആൽഫ ജെ എന്ന എലിമെന്റ്സ് എവിടെയുള്ള എലിമെന്റ്സ് ആണ്? നമ്മൾ ഡബ്ല്യൂ എലിമെന്റ്സ് ആണ്. ആ എലിമെന്റ്സിന്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ കോർഡിനേറ്റ് വെക്ടേഴ്സ്. അപ്പം എന്നിട്ട് ജസ്റ്റ് ആ ടി ആൽഫ ജെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. a1j β1 പ്ലസ് a2j β2 എക്സെട്ര പ്ലസ് amj βm ആണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോഎഫിഷ്യൻസ് ആണ് നമ്മളെ കോർഡിനേറ്റ് വെക്ടറിലെ എലിമെന്റ്സ് വരിക, ടേംസ് വരിക. അപ്പൊ നമുക്ക് ടി ആൽഫ ജെ എങ്ങനെ എഴുതാൻ പറ്റും? ഒരു കുഴപ്പമില്ല, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന, ഞാൻ പറഞ്ഞു ഇ പി ക്യൂസ് വിൽ സ്പാൻ ദ സ്പേസ് എൽ വി ഡബ്ല്യു നമുക്ക് കാണിക്കണം. അതിന്റെ മീനിങ് എന്താ? ഇ പി ക്യൂസ് വിൽ സ്പാൻ ദ സ്പേസ് എൽ വി ഡബ്ല്യൂന്റെ മീനിങ് എന്താ? ഇ പി ക്യൂസിന്റെ ലിയർ കോമ്പിനേഷൻ ആയിരിക്കണം
ടി എന്ന് പറഞ്ഞ വെക്ടർ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഇറ്റ്സ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ബി ടു ഡബ്ല്യു അല്ലേ? ഇറ്റ്സ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ബി ടു ഡബ്ല്യു. അപ്പം ടി ബിലോങ്സ് ടു എൽ ബി ഡബ്ല്യു. അപ്പം ഈ വെക്ടേഴ്സ് ഇ പി ക്യൂസ്, അപ്പൊ നമ്മൾ അടുത്ത് എന്താ കാണിക്കേണ്ടത്? ഇ പി ക്യൂ വിൽ സ്പാൻ ദ സ്പേസ് എൽ ബി ഡബ്ല്യു എന്ന് കാണിക്കേണ്ട മീനിങ് ഇത്രയേ ഉള്ളൂ. ഏതൊരു ആർബിട്രറി വെക്ടർ നിങ്ങൾ ടി ഇതിനെടുത്താലും ആ ടീനെ നിങ്ങൾക്ക് ഈ ഇ പി ക്യൂസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. ശരിയാണോ? 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 ആരാ പറഞ്ഞപ്പം? ശരിയാണ്. ഓക്കെ. അപ്പം നമ്മൾ അതാണ് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ അടുത്ത ടീ ഉണ്ടല്ലോ, ഇവിടെ ടീ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ടീനെ നമ്മൾ ഈ ഇ പി ക്യൂസിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കിയാൽ കാണിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, വി നീഡ് ടു ഷോ ദാറ്റ് ടി ഇസ് ഈക്വൽ ടു സമേഷൻ പി ഈക്വൽ 1 to m സമേഷൻ ക്യൂ ഈക്വൽ 1 to n എ പി ക്യൂ ഇൻറ്റു ഇ പി ക്യൂ എന്ന് കാണിക്കണം. ഇതൊക്കെ സ്കെയിലേഴ്സ് ആണ്, ഇതെല്ലാം സ്കെയിലേഴ്സ് ആണ്. ഇതാണ് നമ്മൾ ആ വെക്ടേഴ്സ്. അതായത് വെക്ടേഴ്സ് പറയുമ്പോൾ ഇവിടുത്തെ നമ്മളെ ബേസിസ് ആണെന്ന് കാണിക്കാൻ പോകുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് E11, E12, E13 എക്സെട്ര E21, E22 അതെല്ലാവരും ഇതിലടങ്ങും. ഈ സമേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം നമ്മൾ കാണിക്കാൻ പോകുന്ന ടീനെ ശരിക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് കാണിക്കണം. അപ്പോൾ അതാണ് നമ്മളെ എയിം. അപ്പൊ ഇങ്ങനെ ഏതൊരു ആർബിട്രറി ടീക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ഇ പി ക്യൂന്റെ സ്പേസ്, അത് എല്ലാ ഇ പി ക്യൂസിന്റെ കളക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സ്പാൻ ഓഫ് ഈ മൊത്തം എലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ ഓഫ് വി ഡബ്ല്യു കിട്ടുമെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ടി ഈക്വൽ ടു ടീനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കണം. എന്നാലേ നമുക്കത് സ്പാൻ ഓഫ് ഇ പി ക്യൂസ് എന്ന് പറഞ്ഞാൽ എൽ വി ഡബ്ല്യു എന്ന് കിട്ടുള്ളൂ. ഇ പി ക്യൂസിന് എല്ലാ ഇ പി ക്യൂസിന്റെ കളക്ഷൻ എടുക്കുക, ആ സെറ്റിന്റെ സ്പാന് എൽ വി ഡബ്ല്യു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റ് യു ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ആർ എച്ച് എസ് ഓഫ് 1. അതായത് നമ്മൾ എടുക്കുകയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ യു എടുക്കുകയാണ്. ആ യു എന്ന് പറയുന്നത് ശരിക്ക് ഈ സ്പാനിലുള്ള ഒരു ഇ പി ക്യൂ എടുക്കുകയാണ് നമ്മൾ. ഈ സമേഷൻ പി ഈക്വൽ 1 to m സമേഷൻ ക്യൂ ഈക്വൽ 1 to n എ പി ക്യൂ ഓഫ് ഇ പി ക്യൂ എന്ന് പറയുന്നത്. അപ്പം ആ ലീനിയർ കോമ്പിനേഷൻസ്, അതായത് എ പി ക്യൂ എല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സ്പാൻ കിട്ടും. അല്ലെ, ഈ സെറ്റ് ഇ പി ക്യൂസിന്റെ ഒരു എസ് എടുക്കുകയാണ് നിങ്ങൾ. അതിൽ E11 ഉണ്ട്, E22 ഉണ്ട്, എക്സെട്ര നിങ്ങളുടെ എല്ലാ എലിമെന്റ്സും ഉണ്ട്, EMN എല്ലാ എലിമെന്റ്സും ഉണ്ട്. അപ്പം ഈ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ എഴുതിയിരിക്കുന്ന സാധനമാണ്. സമേഷൻ I equal 1 to m സമേഷൻ Q equal 1 to n എ പി ക്യൂ, വേർ എ പി ക്യൂസ് ആർ സ്കെയിലേഴ്സ് റണ്ണിങ് ഇൻ എഫ്. എഫിലുള്ള സ്കെയിലേഴ്സ് എല്ലാം മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് കിട്ടും. അതാണ് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം, സപ്പോസ് U is a linear transformation in the span of this EPQs. എന്നിട്ട് നമ്മൾ കാണിക്കും ആ യുവും ടിയും സെയിം ആണെന്ന് കാണിക്കും. അപ്പൊ നമുക്ക് പറയാം ടി ബിലോങ്സ് ടു എൽ ബി ഡബ്ല്യു എന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് കാണിക്കേണ്ടത് ശരിക്കും ഇതാണ്, അതായത് ടി സ്പാനിൽ ഉണ്ടെന്ന് കാണിക്കണം. ടി സ്പാനിൽ ഉണ്ടെന്ന് കാണിക്കണം. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു യു എന്നൊരു ഫംഗ്ഷൻ എടുക്കുക, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. ഇൻ ജനറൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ്. ഇതിന്റെ സ്പാനിലുള്ള അതായത് ഈ ഒരു ഏതൊക്കെയോ എ പി ക്യൂസിന് നമ്മളെ യു ശരിയായി വരും. അപ്പൊ അങ്ങനത്തെ ഒരു യു നമ്മൾ എടുക്കുകയാണ്. ഏതൊക്കെയോ എ പി ക്യൂസിൽ കൊടുത്താൽ നമുക്ക് യു കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്പാനിലുള്ള ഒരു യു എടുക്കുകയാണ്. ഓക്കെ, നമ്മളെ സ്പാൻ ഓഫ് ഇ പി ക്യൂസ്, ആ സെറ്റിലുള്ള സ്പാൻ ഓഫ് എസ് ഉള്ള ഒരു യു എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ യുവും ടിയും സെയിം ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ കാണിച്ചാൽ നമുക്ക് പറയാം ടി ഓൾറെഡി യു സ്പാനിലുണ്ട്. അപ്പോൾ യുവും ടിയും സെയിം ആണെങ്കിൽ എന്താ ടി യു സ്പാനിലുണ്ട്. അപ്പോൾ ആർബിട്രറി ഒരു ടി എടുത്തിട്ട് ആ ടി നമ്മൾ എൽ ബി ഡബ്ല്യു ഉണ്ട് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ടി ബിലോങ്സ് ടു സ്പാൻ ഓഫ് എൽ ബി ഡബ്ല്യു, അല്ലെങ്കിൽ ഇ പി ക്യൂസ് വിൽ സ്പാൻ എൽ ബി ഡബ്ല്യു എന്ന് കിട്ടും. അതാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ അതിന് യു എടുക്കാൻ പോവാണ്. അപ്പം yeah, so for each alpha j, u alpha j is defined as summation over p summation over q a p q e p q of alpha j.
ഇത് വേറൊന്നുമല്ല, ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ഞാൻ പറഞ്ഞു നമ്മളെ എയിം എന്ന് പറഞ്ഞാല് ഒരു സെറ്റ് എസ് നമ്മളെ കയ്യിലുണ്ട്, E11 E12 എക്സെട്ര E1 N E21 E22 എക്സെട്ര E2N എക്സെട്ര EM1 EM2 എക്സെട്ര EMN. ഇതാണ് നമ്മളെ എസ്. ഒരുപാട് മെട്രിക്സ് അല്ല, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, എല്ലാ ഫങ്ഷൻസും ഇതിനകത്തുണ്ട്. സ്പാൻ ഓഫ് എസ് ആണ് LVW എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ സെറ്റിലുള്ള ഈ സ്പാൻ ഓഫ് എസിലുള്ള ഒരു എലിമെന്റ് ആണ് നമ്മൾ യു എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ യുവിന്റെ പ്രത്യേകത എന്തായിരിക്കും? യു എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ ദിസ് എസ് ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? ആണോ? നമ്മള് നീണ്ടു പോയില്ലേ ക്ലാസ്? 2:45 അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയില്ല. ആ, അപ്പം നമ്മളെടുത്തൊരു സെറ്റ് ഉണ്ട് എസ്. ഓക്കെ, ആ സെറ്റില് കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അത് കളക്ഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. E11 E12 എക്സെട്ര E1N E21 എക്സെട്ര E2N എക്സെട്ര EM1 എക്സെട്ര EMN. ഇങ്ങനത്തെ കുറെ MN ഫങ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഫങ്ഷൻസിന്റെ സ്പേസ്, ഈ ഒരു സെറ്റ്, അതിന്റെ സ്പാൻ ആണ് LVW എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഏതൊരു ആർബിട്രറി, അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതൊരു ആർബിട്രറി ടി നിങ്ങൾ എടുത്താലും ആ ടി, അത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ VW എടുത്താലും ആ ടി ഈ സ്പാൻ ഓഫ് എസിൽ ഉണ്ടെന്ന് കാണിക്കണം. അതാണ് നമ്മളെ എയിം. ഓക്കെ, അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അതാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ടി നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് നമ്മൾ കാണിച്ചു വി നീഡ് ടു ഷോ ദാറ്റ് സ്പാൻ ഓഫ് EPQ ഇസ് ആക്ച്വലി ഈക്വൽ ടു LVW. അതായത് ഏതൊരു ടി നിങ്ങൾ എടുത്താലും ആ ടി ഈ ഒരു ഫോമിലായിരിക്കണം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഏതോ അല്ല, എല്ലാ EPQസിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് ടീനെ എഴുതാൻ പറ്റണം എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ടി ആർബിട്രറി ആയതിനെ കൊണ്ട് നമ്മൾ ശരിക്കും എല്ലാ ടിക്കും കാണിച്ച പോലെ ആവും. അപ്പൊ നമുക്ക് പറയാം ശരിക്കും ഏതൊരു ടി എടുത്താലും ആ ടീനെ നമുക്ക് ഈ EPQസിന്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി എഴുതാൻ പറ്റും. അതിൽ നമുക്ക് എന്താ കിട്ടുക? സ്പാൻ ഓഫ് EPQs എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സ്പേസ് ആണ് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അങ്ങനെ കാണിക്കാൻ നമ്മൾ സ്പാൻ ഓഫ് EPQs എന്ന സെറ്റിൽ നമ്മൾ ഒരു യു എടുക്കുകയാണ്, വേറൊരു യു എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കും യുവും ടിയും ഒരേ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടിയും സ്പാൻ ഓഫ് EPQസിൽ ഉണ്ടെന്ന് പറയാം, സ്പാൻ ഓഫ് ഈ സെറ്റ് എസിൽ ഉണ്ടെന്ന് പറയാം. അപ്പം യു ഇസ് എ സെറ്റ്, യു ഇസ് എൻ എലിമെന്റ് ഓഫ് സ്പാൻ ഓഫ് EPQs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിനെ നമുക്ക് സ്പാൻ ഓഫ് ഈ സെറ്റ്, സ്പാൻ ഓഫ് യു ഇസ് എൻ എലിമെന്റ് ഓഫ് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിനെ നമുക്ക് എസിലെ ഈ എലിമെന്റ്സിന്റെ ഈ ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന യു അപ്പം സ്പാൻ ഓഫ് എസിലാണ്. അപ്പൊ എന്തായാലും യുവിനെ നമുക്ക് ഈ എസിലെ എലിമെന്റ്സിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് യു ഓഫ് ആൽഫ ജെ? യു ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ സമേഷൻ ഓവർ പി സമേഷൻ ഓവർ ക്യൂ APQ ഇൻറ്റു EPQ ഓഫ് ആൽഫ ജെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കോൺസ്റ്റൻസ് ആയിട്ട് മനസ്സിൽ കാണുക, സം CIs ആ രീതിയിൽ കാണാം. ഇതൊക്കെ നിങ്ങൾ ആ വെക്ടേഴ്സ് ആയിട്ട് കാണാം. നമ്മൾ മറ്റേ നോട്ടേഷനിൽ പറയുമ്പോൾ സം ആൽഫ ഐസ് ആയിട്ട് കാണാം. ഈ യു ശരിക്കും ആൽഫ ആയിട്ട് കാണാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫങ്ഷൻസ് ആയതിനെ കൊണ്ടാണ് കുറച്ചൊരു നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുക. പക്ഷെ അത് ശരിക്കും ഇൻഡയറക്ട്ലി നമ്മൾ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ സംഭവം സിമ്പിൾ ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊരു ടാസ്ക് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പം ഓബിയസ്ലി യു സ്പാൻ ഓഫ് എസിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. അപ്പൊ എസ് എന്ന സെറ്റ് എന്ന ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ആൽഫ എന്ന സാധനം സ്പാൻ ഓഫ് എസിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഓബിയസ്ലി നിങ്ങൾക്ക് എന്ത് പറയാം? ആൽഫ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു C1 ആൽഫ 1 പ്ലസ് ഏതോ ഒരു C2 ഇൻറ്റു ആൽഫ 2 ഇൻറ്റു സം C3 ഇൻറ്റു ആൽഫ 3 പ്ലസ് സം C4 ഇൻറ്റു ആൽഫ 4 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോഴല്ലേ ആൽഫ സ്പാൻ ഓഫ് ഈ സെറ്റിൽ ഉണ്ടെന്ന് പറയാം.
എസ് ഇതാണ് സെറ്റ്, ആൽഫ 1, ആൽഫ 2, ആൽഫ 3, ആൽഫ 4, 4 വെക്ടേഴ്സ്. അപ്പൊ ആൽഫ ഈ എസിന്റെ സ്പാനിലുണ്ട്, സ്പാൻ ഓഫ് എസിൽ ഉണ്ട്. മീനിങ് എന്താ? ഏതോ സ്യൂട്ടബിൾ സി ഐസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആ ലിയർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ആൽഫ കിട്ടും, അല്ലേ? സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നല്ല, സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് എന്നാണ് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ സ്പാൻ ഓഫ് എസിൽ ഉണ്ടെങ്കിൽ ഏതൊക്കെയോ സ്യൂട്ടബിൾ സി ഐസിന് നിങ്ങൾക്ക് ആ ലിയർ കോമ്പിനേഷൻ ആൽഫയെ കിട്ടും എന്നല്ല മീനിങ്. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നമ്മളെ ഈ എസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കളക്ഷൻ. ഇവിടെ ആൽഫ 1, ആൽഫ 2, ആൽഫ 3, ആൽഫ 4 ആയിരുന്നു. ഇവിടെ EIJs E11, E12 അങ്ങനെ കളക്ഷൻസ് ആണ്. അപ്പം ഈ യു എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ആൽഫയാണ്. ഇവിടെ നമ്മളെ കേസിൽ യു എന്ന് പറയുന്നത് ഒരു ഈ സ്പേസിൽ അത് LBW ഉള്ള ഒരു വെക്ടർ ആണ്, ഒരു ഫംഗ്ഷൻ യു. അപ്പൊ യൂസ് ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ്. ഇവിടുത്തെ എസ് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് യുവിനെ നമുക്ക് സം കോൺസ്റ്റന്റ് ഇൻറ്റു E11 പ്ലസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു E12 എക്സെട്രാ അങ്ങനെ എഴുതി പോയിക്കൂടെ? അതാ ഞാൻ പറയുന്നത്, അതാ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് യു ഓഫ് ആൽഫ ജെ. അപ്പൊ നമുക്ക് വെറുതെ യു ഈക്വൽ ടു സമേഷൻ എഴുതിയിട്ട് കാര്യം, അതിന് മീനിങ് ഇല്ലല്ലോ. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓവർ സം ഡൊമൈൻ എലിമെന്റ് പറയാം, നമ്മൾ യു ഓഫ് ആൽഫ ജെ എന്ന് പറയുന്നത്. ഓക്കെ, യു ഓഫ് ആൽഫ ജെ എന്ന് പറയുന്നത്. Because our aim is to show basically u is nothing but, we know that summation over p, summation over q, APQ, EPQ ആയിരിക്കും u എന്ന് പറഞ്ഞ സാധനം. കാരണം യു എവിടെയുള്ള എലിമെന്റ് ആണ്? യു സ്പാൻ ഓഫ് എസ് ഉള്ള എലിമെന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മളെ സി ഐസ്, ഇവിടെ ഈ പറഞ്ഞ കോൺസ്റ്റൻസ് സി ഐസ്. ഓക്കെ, അപ്പൊ നമ്മള് so we are defining u alpha j will be equal to u of alpha j will be equal to summation over p, summation over q, APQ into EPQ alpha j എന്ന് കിട്ടും. അതിൽ ഈ EPQ alpha j നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തപ്പോൾ വി ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് EPQ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഹിയർ വി ഡിഫൈൻ. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ അത് റീപ്ലേസ് ചെയ്യാം. EPQ ഓഫ് ആൽഫ ജെ ആണെങ്കിൽ അതിന് നമ്മൾ ഡെൽറ്റ ജെ ക്യൂ ഇൻറ്റു ബീറ്റ പി എഴുതാം. എന്നിട്ട് നമ്മളത് എക്സ്പാൻഡ് ചെയ്യണം. നമ്മളത് എക്സ്പാൻഡ് ചെയ്യാത്തേ ഉള്ളൂ. ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പി വെച്ചു ക്യൂ ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. ക്യൂ എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? ക്യൂ വേരീസ് ഫ്രം 1 to n. 1 to n. Q varies from 1 to n. അപ്പൊ സമേഷൻ ഓവർ പി Q1 ആവുമ്പോൾ എന്ത് വരും? AP1 ഡെൽറ്റ J1 ബീറ്റ പി പ്ലസ് Q2 ആവുമ്പോൾ AP2 ഡെൽറ്റ J2 ബീറ്റ പി എക്സെട്ര. QJ ആവുമ്പോൾ അത് ഈ ജെ തന്നെ ആവും, QJ തന്നെ ആവുമ്പോൾ APJ ഡെൽറ്റ JJ ബീറ്റ പി പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് Q1 to n ആ വരുന്നത്. അപ്പൊ QN ആവുമ്പോൾ APN ഡെൽറ്റ JN ബീറ്റ പി എന്ന് വരും. ഓക്കെ, ബീറ്റ പി എന്ന് വരും. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പം ഇതില് ഈ സമ്മേഷൻ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്താ? ഡെൽറ്റ J1 ബീറ്റ പി. ഈ ഡെൽറ്റ J1 എന്താവും? ഇപ്പൊ J നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ 0 ആവില്ലേ? എന്താ സംഭവിക്കുക? 0 ആയി പോകും. അതുപോലെ അതെ. അപ്പം ജെയും സെയിം, ആ ഈ എൻട്രി സെയിം ആവുന്ന ടേം എന്താവും? 1 ആയി മാറും, അല്ലേ? ബാക്കിയെല്ലാം 0 0 0 ആയി പോകും ഈ കേസിൽ. അപ്പം ഈ ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഈ സമ്മേഷന്റെ അകത്ത്. അപ്പൊ ഇത് 1 ആയി പോവും. അപ്പൊ അത് APJ ബീറ്റ പി എന്ന് വരും. അതായത് നമുക്ക് സമ്മേഷൻ ഓവർ പി APJ ബീറ്റ പി എന്ന് മാത്രം കിട്ടും. സമ്മേഷൻ ഓവർ പി APJ ബീറ്റ പി എന്ന് കിട്ടും. പക്ഷെ സമ്മേഷൻ ഓവർ പി APJ ബീറ്റ പി എന്താ? നമ്മൾ തൊട്ടുമുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. സമ്മേഷൻ ഓവർ പി APJ ബീറ്റ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടേക്കൺ ഇറ്റ് ടു ബി P ഓഫ് ആൽഫ ജെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സമ്മേഷൻ ഓവർ
summation over p ആണ് summation over p equal 1 to m ആണ്. summation over p apj beta p എന്ന് പറഞ്ഞാൽ അത് t of alpha j ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്ന വേറെ ഒന്നല്ല, u alpha j is equal to t alpha j for all j. u alpha j is equal to t alpha j for all j equal 1 to n കിട്ടും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? യും ടിയും ഒരേ ഫങ്ഷൻസ് തന്നെയാണെന്നാണ് കിട്ടുക. അപ്പം ഇത് നിങ്ങൾ ഒന്നുകൂടി ഈ ക്ലാസ് കേട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നിങ്ങൾ എന്താ റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി വീണ്ടും കേട്ടാൽ സംഭവം ക്ലിയർ ആവും. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ എന്താ കാണിച്ചു വെച്ചാല്, ഇപ്പൊ നമ്മൾ ഓവറോൾ ഇപ്പൊ ഈ ലാസ്റ്റ് സെക്ഷനിൽ ഇപ്പൊ നമ്മൾ എന്താ കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഇവിടെ എഴുതാം. ഇപ്പൊ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എന്താ കാണിച്ചതെന്ന് വെച്ചാല് ടി നമുക്ക് കാണിക്കേണ്ടത് ടി ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ് എന്നാണ്. ഓക്കെ, അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ കാണിച്ചത് ഒരു യു നമ്മൾ സ്പാൻ ഓഫ് എസ് എടുത്തു, യു ഒരു സ്പാൻ ഓഫ് എസ് എടുത്തിട്ട് യു ഈക്വൽ ടു ടി കാണിച്ചു. അതാണ് നമ്മൾ ഇപ്പൊ കാണിച്ചത്. അപ്പം അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ടി ആർബിട്രറി ആയിട്ടുള്ള ടി എടുത്തതിനെ കൊണ്ട് നമുക്ക് പറയാം, ആർബിട്രറി ടി എടുത്ത് നമ്മൾ ടി നമ്മൾ സ്പാൻ ഓഫ് എസിൽ ഉണ്ടെന്ന് കാണിച്ചു. അതിന്റെ മീനിങ് എന്താ? ഈ ഇ പി ക്യൂസിന്റെ കളക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ എസ് എന്ന സെറ്റ് നമ്മൾ എടുത്ത സെറ്റ്, ഈ എസ്, ഈ ഇ പി ക്യൂസിന്റെ എസ്, അതായത് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഓഫ് ബി ഡബ്ല്യു ആയിരിക്കും എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ബി ഡബ്ല്യു ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടുക. ടി ആർബിട്രറി അതിനെ കൊണ്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് ആ ഒരു സ്പാൻ ആണെന്ന് കാണിക്കേണ്ട വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ കാണിക്കേണ്ടത് വെച്ചാൽ അത് ലീനിയർലി, ഈ ഇ പി ക്യൂസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. പക്ഷെ ഓൾറെഡി നമ്മൾ യുവിനെ നമ്മൾ സമ്മേഷൻ ഓവർ പി, സമ്മേഷൻ ഓവർ ക്യൂ, എ പി ക്യൂ, ഇ പി ക്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി യുവിനെ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്, സമ്മേഷൻ ഓവർ പി, സമ്മേഷൻ ഓവർ ക്യൂ, എ പി ക്യൂ, ഇ പി ക്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? യു ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ? യു ഈക്വൽ ടു 0 മീൻസ് യു ഇസ് ആക്ച്വലി ദ സീറോ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ യു സീറോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ യു ഓഫ് ആൽഫ ജെ എപ്പോഴും 0 ആയിരിക്കും ഫോർ ഓൾ ജെ. ഓക്കെ, നമ്മൾ കാണിക്കാൻ പോകുന്നത് ലീനിയർലി, ഈ ഇ പി ക്യൂസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അവരെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ 0 ആകുന്ന സീറോ ട്രാൻസ്ഫോർമേഷൻ ആണ്. യുവിനെ നമ്മൾ ഇതിന്റെ ടേംസിൽ എഴുതി, ഇ പി ക്യൂസിന്റെ ടേംസിൽ എഴുതി, എന്നിട്ട് നമ്മൾ അത് 0നെ ഇക്വേറ്റ് ചെയ്യാണ്. നമുക്ക് കാണിക്കേണ്ട ഈ എല്ലാ എ പി ക്യൂസും സീറോസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് ലീനിയർലി, ഈ ഇ പി ക്യൂസിന്റെ കളക്ഷൻ അത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആവുന്നു. അപ്പം ഇത് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മീനിങ് എന്താ വെച്ചാൽ സീറോ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. സീറോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ യു ആൽഫ ജെ എപ്പോഴും 0 ആയിരിക്കും ഫോർ ഓൾ ജെ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം സമേഷൻ യു ആൽഫ ജെ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ എന്നാൽ യു ആൽഫ ജെ നമ്മളിവിടെ കണ്ടുവെച്ചിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടുവെച്ചത്? യു ആൽഫ ജെ നമ്മൾ യു ആൽഫ ജെ നമ്മൾ ഇങ്ങനെ കണ്ടുവെച്ചിട്ടുണ്ടായിരുന്നു, സമേഷൻ ഓവർ പി എ പി ജെ ബീറ്റ പി എന്ന് കണ്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യു ആൽഫ ജെ ഈക്വൽ ടു 0 മീൻസ് സമേഷൻ ഓവർ പി എ പി ജെ ബീറ്റ പി 0 ആയിരിക്കും. പക്ഷേ ഈ ബീറ്റ പീസ് എന്ന് പറയുന്നത്, ഈ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബേസിസ് ആയിരുന്നു, അല്ലെ? ഇതൊരു ബേസിസ് ആയിരുന്നു ഡബ്ല്യുവിന്റെ. അപ്പൊ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഈ കോൺസ്റ്റൻസ് എല്ലാം 0 ആയേ പറ്റൂ, കാരണം ബീറ്റ പീസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ നമുക്ക് എന്ത് കിട്ടും? എ പി ജെ വിൽ ബി ഈക്വൽ ടു 0 ഫോർ ഓൾ പി ആൻഡ് ജെ എന്ന്. അതായത് ഈ എല്ലാ എ പി ജെസും ഫോർ ഓൾ പി ആസ് വെൽ ആസ് ഫോർ ഓൾ ജെ അത് സീറോസ് ആയിരിക്കും നമുക്ക് കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടും? ആ ഇ പി ക്യൂസിന്റെ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതായത് നമ്മൾ ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ എ പി ക്യൂ ഈക്വൽ ടു 0 എന്ന് കാണിച്ചു, എല്ലാ എ പി ക്യൂസും ഈക്വൽ ടു 0 എന്ന് കാണിച്ചു. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സെറ്റപ്പ് ഇ പി ക്യൂസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കിട്ടും. അങ്ങനെ കാണിച്ചത് നമ്മൾ പ്രൂഫായി. കാരണം നമ്മളിപ്പോൾ എന്താ കാണിച്ചത്? ഈ E11 E22 E12 എക്സെട്ര E1n എക്സെട്ര ഒരു EMN ഇത്രയും ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ് ഒരു ബേസിസ് ആണെന്ന് കാണിച്ചു എൽ വി ഡബ്ല്യുവിന്റെ. അപ്പൊ അത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, കാരണം എം എന്നും ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്.
ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. ഇതിൽ എത്ര ഫംഗ്ഷൻസിന് ടോട്ടൽ m×n ഫംഗ്ഷൻസ് ആണുള്ളത്. അപ്പം ഈ ഇതൊരു വെക്ടർ സ്പേസ് ആണ് ഓൾറെഡി ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കേസ് നമ്മൾ കാണിച്ചു, ഇത് ബേസിസ് ആണെന്ന് കാണിച്ചു. അപ്പൊ അതിന്റെ ഡയമെൻഷൻ mn ആയി മാറും. അങ്ങനെയാണ് ഈ പ്രൂഫ് പറയുന്നത്. അപ്പം ഈ പ്രൂഫ് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. ഓക്കെ, ഈ പ്രൂഫ് ഒന്നുകൂടി കേൾക്കുക. കുറച്ച് ലെങ്തി ആണെന്ന് വെച്ചാൽ എന്താ പറയുക, ലെങ്തി അല്ല എന്ന് പറയാം. കാരണം നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് വരുമ്പം ലെങ്തി ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ പ്രൂഫ് ഒന്ന് ഈ ക്ലാസ് ഒന്ന് കേൾക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി. എന്നിട്ട് സംശയങ്ങളുള്ളത് ചോദിക്കാം, എന്നോട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ഈ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഇത് റീഫ്രഷ് ചെയ്ത് പോകാം. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പം ബേസിക്കലി നമ്മളിവിടെ പ്രൂവ് ചെയ്ത് എത്രയേ ഉള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് LVW എന്ന സ്പേസ് കളക്ഷൻ ഒരു വെക്ടർ സ്പേസ് ആണ്. അതിന് ഇപ്പൊ വിയും ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആണെങ്കിൽ LVW എന്ന സ്പേസും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. അതിന്റെ ഡയമെൻഷൻ mn ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? കുറച്ച് ടഫ് നിങ്ങൾ തോന്നുന്നു. ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫങ്ഷൻസ് ആയതിനെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ബ്രോഡർ സെൻസിൽ നമ്മൾ ഇതിനെ കാണാൻ ശ്രമിക്കണം ഇനി മുമ്പോട്ട്. കാരണം നമ്മൾ അതെന്ന് പറഞ്ഞത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പടി മുകളിലായിരിക്കും എന്ന് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്ര ദിവസം ഡിസ്കസ് ചെയ്ത പോലെ, കഴിഞ്ഞ 13 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മൾ ഇനി മുമ്പോട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി എന്താ പറയാ, എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ടല്ല നമ്മൾ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. ഈ കേസ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി തിയററ്റിക്കൽ ആയിട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒന്നും കൂടി ഇതൊന്ന് ഞാൻ പറഞ്ഞ ഈ റിസൾട്ട് ഒന്നുകൂടി കേൾക്കുക എല്ലാവരും. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ഡിസ്കസ് ചെയ്ത തിയറം എല്ലാവരും കേട്ടോ? നമ്മുടെ റാങ്ക് നലിറ്റി തിയറം ഒന്നും കേട്ടോ നിങ്ങളെല്ലാവരും? ഇന്നലെ നമ്മൾ റാങ്ക് നലിറ്റി തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടോ റിസൾട്ട്? ആ തിയറം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതിനകത്ത്? ആ തിയറത്തിന് എല്ലാവരും കേട്ടോ? അധികം എല്ലാവരും കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കേട്ടില്ല. കാരണം അത് എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്, നിങ്ങൾ കാണണ്ടില്ല എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ എനിക്ക് അതിന്റെ വ്യൂസും ടൈമും എല്ലാം അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞ കാരണം. അപ്പൊ ഈ റിസൾട്ടുകൾ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്നും കൂടി കാണണം, എന്നാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾ കാണുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ 2 റിസൾട്ടുകളിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കത് ഒന്നും കൂടി പറഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്കിത് വായിക്കാതെ വേറെ നിവർത്തിയില്ല. നമ്മൾ MSCക്ക് വരുമ്പം നമ്മളെ രീതി മാറും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയും എല്ലാം മാറും. അപ്പൊ എന്താ പറയുക, കുറച്ചും കൂടി തിയററ്റിക്കൽ ആയിട്ടാണ് നമ്മൾ പോവുക. അപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വായിച്ച് മുമ്പോട്ട് പോയേ പറ്റും. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം അല്ലേ? 3 മണിയായി. 1.5 മണിക്കൂറോളം നമ്മൾ ക്ലാസ് എടുത്തു. അപ്പൊ ചില ആൾക്കാർ എനിക്ക് ഒന്ന് നേരത്തെ പോകാൻ വേണ്ടി എന്നോട് നേരത്തെ തുടങ്ങാൻ പറഞ്ഞു അല്ലേ? കുറച്ച് പേരൊക്കെ പോയി തോന്നുന്നു. ഇപ്പൊ 9 വരെ കാണാം, 9 13 വരെ കണ്ടേ കാണണം. ഓക്കെ, അപ്പം ഈ ക്ലാസ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ എന്ത് സംശയങ്ങളുണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ശരി.